വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സർചാർജ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് റിബേറ്റും അതുപോലെ സർചാർജ് ഒക്കെ. അപ്പോൾ സർചാർജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇനി സർചാർജ് ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സർചാർജ് ആകുമ്പോഴാണ് റിബേറ്റും അതുപോലെ സർചാർജ് ഒക്കെ. അപ്പോൾ സർചാർജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇനി ബേസിക് ആയിട്ടുള്ള സംഭവം വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സർചാർജ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് റിബേറ്റും അതുപോലെ സർചാർജ് ഒക്കെ. അപ്പോൾ സർചാർജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇനി സർചാർജ് ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് എടുത്തിട്ട് 50 ലാക്ക് ടോട്ടൽ ഇൻകം വരുന്ന ഒരാൾ, ടോട്ടൽ ഇൻകം 50 ലാക്ക് വരുന്ന ഒരാൾക്ക് എത്ര ടാക്സ് വരുന്നു നോക്കാം. 50 ലാക്ക് ടോട്ടൽ ഇൻകം വരുന്ന ഒരാൾക്ക് എത്ര ടാക്സ് വരുന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 50 ലാക്ക് വരെ ഉള്ള ആൾക്ക് എന്തുണ്ടാവില്ല, സർചാർജ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവണം. 50 ലാക്ക് വരെ ഇൻകം ഉള്ള ആൾക്ക് സർചാർജ് ഉണ്ടാവില്ല അല്ലേ. ഇനി അതേപോലെ തന്നെ ഒരു 50,25,000 ഇൻകം ഉള്ള ആൾ, 50,25,000 ഇൻകം ഉള്ള ആൾക്ക് എത്രയാണ് ടാക്സ് വരാൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ സർചാർജ് ഉണ്ട്, ഇവിടെ സർചാർജ് വരും. എത്ര സർചാർജ് വരിക, 10% സർചാർജ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ രണ്ട് പേർക്കും വരുന്ന ടാക്സ് ലയബിലിറ്റി എത്രയെന്നുള്ളത് നോക്കാം, ഇൻക്ലൂഡിങ് സർചാർജ് കേട്ടോ. സെസ് നോക്കണ്ട. ഓക്കെ, സെസ് നോക്കണ്ട, ജസ്റ്റ് സർചാർജ് മാത്രം നോക്കാം. ഓക്കെ, സർചാർജ് നോക്കാം, എന്നിട്ട് ടോട്ടൽ ചെയ്യാം. ഓക്കെ, യെസ്, ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 50 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അപ് ടു നമുക്ക് 10 ലാക്ക് വരെ എത്രയാണ്, 10 ലാക്ക് വരെ 1,12,500 ആണ് വരിക. ഇനി ബാലൻസ് എത്രയുണ്ട്, 40 ലാക്ക്. 40 ലാക്കിൻ്റെ 30%, അതായത് എത്രയാണ്, 12 ലാക്ക് അല്ലേ, 12 ലാക്ക്. അപ്പോൾ ടോട്ടൽ എത്ര ടാക്സ് വരിക, 13,12,500 ആണ് ടോട്ടൽ ടാക്സ് വരിക. ശരിയല്ലേ. ഇയാൾക്ക് സർചാർജ് ഉണ്ടോ, സർചാർജ് ഇല്ല. സർചാർജ് ഇല്ല കേട്ടോ, സർചാർജ് ഇല്ല. കാരണം എന്താ, 50 ലാക്കാണ് ടോട്ടൽ ഇൻകം. ഇനി സർചാർജ് ഉള്ള ആളെ സംബന്ധിച്ചോളം എത്ര വരിക, ഇയാൾക്ക് അപ് ടു 10 ലാക്ക് 1,12,500 തന്നെ. ബാലൻസ് എത്ര ഉണ്ട്, ബാലൻസ് 40,25,000 ഉണ്ട്, അതിൻ്റെ 30%. അപ്പോൾ എത്ര വരിക, 12,07,500 ആയിരിക്കും അല്ലേ. ജസ്റ്റ് കാൽക്കുലേറ്റ് നോക്കാം, 12,07,500 ആയിരിക്കും വരിക. ഓക്കെ, ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. 40,25,000 ഇൻറ്റു 30%, അപ്പോൾ 12,07,500 ആണ് വരിക. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലോ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 13,20,000 ആണ് ടാക്സ് വരിക. ഓക്കെ, 13,20,000 ടാക്സ് വരും. പക്ഷേ ഇവർക്ക് എന്ത് വരും, സർചാർജ് കൂടി വരും. സർചാർജ് ഇപ്പോൾ 50 ലാക്കിൻ്റെ മുകളിൽ പോയതുകൊണ്ട് അവർക്ക് സർചാർജ് വരും. എത്ര സർചാർജ് വരിക, 10%. 10% എന്തുമേലാണ് നമ്മൾ നോക്കേണ്ടത്, ടോട്ടൽ ഇൻകത്തിമല്ല, ഈ ടാക്സ് എമൗണ്ടിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 13,20,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്, 1,32,000 ആണ് സർചാർജ് വരിക. അപ്പോൾ സർചാർജും കൂടി കൂട്ടിയപ്പോൾ എത്രയാണ് എമൗണ്ട്, 14,52,000 ആണ് ടാക്സ് ലയബിലിറ്റി വരിക. ഇതിന് ശേഷം സെസ് നോക്കാനുണ്ട്. സെസ് തൽക്കാലം ഇപ്പോൾ നമുക്ക് വേണ്ടത്, നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകും നമ്മൾ കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇൻകം 50 ലാക്ക് ആകുന്ന ഒരാൾക്ക്, ടോട്ടൽ ഇൻകം 50 ലാക്ക് ആകുന്ന ഒരാൾക്ക് 13,12,500 ആണ് ടാക്സ് വന്നത്. 13,12,500 ആണ് ടാക്സ് വന്നത്. ടോട്ടൽ ഇൻകം 50,25,000 ആകുന്ന ഒരാൾക്ക് സർചാർജും കൂടി കൂട്ടിയിട്ട് 14,52,000 ആണ് ടാക്സ് വന്നത്. 14,52,000 ആണ് ടാക്സ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയതായിട്ട് മനസ്സിലാവുന്നുണ്ടോ, പോയിക്കോ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് രണ്ടാളെ പേര് എടുക്കാം. നമുക്ക് ബാബു സാബുവിനെ തിരിച്ചുകൊണ്ടിരാം. ബാബു സാബു. ഓക്കെ, ബാബുവിൻ്റെ ടോട്ടൽ ഇൻകം ആണ് 50 ലക്ഷം. ബാബുവിൻ്റെ ടോട്ടൽ ഇൻകം ആണ് 50 ലക്ഷം. സാബുവിൻ്റെ ടോട്ടൽ ഇൻകം ആണ് 50,25,000. ഓക്കെ, അപ്പോൾ ബാബുവിന് വന്ന ടാക്സ് ലയബിലിറ്റി എത്രയാണ്, ബാബുവിന് വന്ന ടാക്സ് ലയബിലിറ്റി 13,12,500. 13,12,500 ആണ് ബാബുവിന് വന്ന ടാക്സ് ലയബിലിറ്റി. സാബുവിന് വന്നതോ 14,52,000 രൂപയാണ് സാബുവിന് വന്ന ടാക്സ് ലയബിലിറ്റി. ശരിയല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലത് ഇങ്ങനെ കത്തുണ്ടാവും, എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ടാവും. അത് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ നോക്കിയൊക്കെ. ശരിക്ക് ഇവർ തമ്മിലുള്ള ഇൻകം ഡിഫറൻസ് എത്രയാണ്, ഇവർ തമ്മിലുള്ള ടാക്സ് ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നോക്കിയേ. ശരിക്കും നോക്കിയേ, ടോട്ടൽ ഇൻകം തമ്മിൽ ബാബുവിനേക്കാൾ ആകെ 25,000 രൂപ മാത്രമാണ് സാബുവിന് അധികം വരുമാനമുള്ളത്, അധികം ഇൻകം ഉള്ളത് അല്ലേ. ബാബുവിന് 50 ലക്ഷവും സാബുവിന് 50,25,000. അപ്പോൾ 25,000 രൂപയുടെ ഇൻകം മാത്രമാണ് ആർക്കുള്ളൂ, സാബുവിന് അധികം വന്നിട്ടുള്ളൂ. പക്ഷേ അവർ തമ്മിൽ അടക്കുന്ന ടാക്സിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 14,52,000 അതുപോലെ 13,12,500 തമ്മിൽ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്, 1,39,500 രൂപയുടെ വ്യത്യാസമുണ്ട്. എത്ര, 1,39,500 രൂപയുടെ വ്യത്യാസം. അതെങ്ങനെ ശരിയാവാ, 25,000 രൂപയിൽ ആകെ ഇൻകം ഡിഫറൻസ് ഉള്ളൂ. 25,000 രൂപ കൂടുമ്പോൾ എങ്ങനെയാണ് 1,39,500 രൂപ ടാക്സ് കൂടുക അല്ലേ. ഇതേ സാബുവിന് ഒരു 25,000 രൂപ കുറഞ്ഞിരുന്നെങ്കിൽ, അതായത് 50 ലക്ഷം രൂപയുടെ ഇൻകം ഉണ്ടെങ്കിൽ ബാബുവിന് എത്ര ടാക്സ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ, സാബുവിനെ ആകെ 50 ലക്ഷം കടന്നിട്ട് ആകെ 25,000 രൂപയാണ് കൂടിയത്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻകം അല്ലേ, ഇൻക്രീസ് ഇൻ ഇൻകം എത്രയുള്ളൂ, ആകെ 25,000 ഉള്ളൂ. ഇതിനാണ് നമുക്ക് ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയാം. ഇൻക്രീസ് ഇൻ ഇൻകം ആകെ 25,000 ഉള്ളൂ. പക്ഷേ ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ്, 1,39,500 എന്ന് പറഞ്ഞാൽ ഈ സാബുവിന് അഡീഷണൽ ആയി കിട്ടിയിട്ടുള്ള 25,000-നേക്കാൾ കൂടുതൽ അഡീഷണൽ ടാക്സ് വന്നു
അല്ലേ? സാബുവിന് അഡീഷണൽ ആയിട്ട് കിട്ടിയ 25,000. അപ്പോൾ 50 ലക്ഷത്തിൽ അവിടെ നിന്നിരുന്നെങ്കിൽ ഇയാൾക്ക് ലാഭമായിരുന്നു. കാരണം നോക്കിയൊക്കെ 50 ലക്ഷത്തിന് ശേഷം കിട്ടിയത് ആകെ 25,000 ആണ്. പക്ഷെ 50 ലക്ഷത്തിന്റെ മുകളിൽ ഇൻകം പോയപ്പോൾ ഇയാൾക്ക് അധികം എത്ര ടാക്സ് വന്ന്? 1,39,500 രൂപ ടാക്സ് വന്നു. ശരിയല്ലേ? അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? അതൊരു വൈരുദ്ധ്യമല്ല. അതെങ്ങനെ ശരിയാവുക? ഇയാളുടെ ഇൻകം കൂടുക, കുറച്ച് ഇൻകം കൂടി, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ടാക്സ്. അപ്പോൾ കിട്ടാത്ത ഇൻകത്തിൽ നിന്ന് ടാക്സ് കൊടുക്കാൻ പറ്റുമോ? 50 ലക്ഷം വരെ കിട്ടിയിട്ട് അതിൽ നിന്ന് 13,12,500 കൊടുത്തു വിചാരിക്കുക. ബാക്കി 25,000 കൂടി കിട്ടിയപ്പോൾ പിന്നെ എക്സ്ട്രാ 1,39,000 അതെങ്ങനെ കൊടുക്കുക? അതെങ്ങനെ ശരിയാവുക? പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അപ്പോൾ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായില്ലേ? എന്താണ് ഇവിടുത്തെ അവസ്ഥ, എന്താ ഇവിടുത്തെ പ്രശ്നം, പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായി, ഇഷ്യൂ എന്താണെന്ന് മനസ്സിലായില്ലേ? അല്ലേ? ഓക്കെ, അത് കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ്, അപ്പോൾ ബാബുവിന് അല്ലെങ്കിൽ സാബുവിന് ഒരു 25,000 രൂപ എക്സ്ട്രാ ഇൻകം വന്നപ്പോൾ അയാൾ എക്സ്ട്രാ 1,39,500 ടാക്സ് കൊടുക്കേണ്ടി വന്നു. മനസ്സിലായി? അപ്പോൾ ഒരിക്കലും ശരിയാവില്ല. അത് എന്താ പറയുക, അതൊരു നീതിയല്ലല്ലോ, അല്ലേ? അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല നമുക്ക്, അല്ലേ? കാരണം ഇൻകം കൂടുന്നതിന് നമുക്ക് വരുന്ന അഡീഷണൽ ഇൻകത്തിനേക്കാൾ കൂടുതൽ ഇങ്ങനെ അഡീഷണൽ ടാക്സ് വരിക, അത് ശരിയാവില്ലല്ലോ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരമായിട്ടാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് വന്നു, മാർജിനൽ റിലീഫ്. ഓക്കെ, യെസ്. അപ്പോൾ എന്താ മാർജിനൽ റിലീഫ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ശ്രദ്ധിച്ചോ, തൽക്കാലം ഞാൻ മയക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേ, 25,000 രൂപയാണ് ഇയാൾക്ക് അധികം വരുമാനം വന്നത്. 25,000 രൂപയാണ് ഇയാൾക്ക് അധികം വരുമാനം വന്നത്. പക്ഷേ ഈ 25,000 രൂപയുടെ അധിക വരുമാനം വന്നപ്പോൾ 1,39,500 ടാക്സ് അധികം വന്നു. എന്ന് പറഞ്ഞാൽ ഇൻകത്തിനേക്കാൾ എത്ര രൂപ അധികമാണ് ടാക്സ് വന്നത്? ഇൻകത്തിനേക്കാൾ എത്ര രൂപയാണ് അധികം ടാക്സ് വന്നത് എന്ന് പറഞ്ഞാൽ 25,000 ആകെ അഡീഷണൽ ഇൻകം വന്നത്, അല്ലേ? പക്ഷേ അഡീഷണൽ ടാക്സ് വന്നത് 1,39,500 എന്ന് പറഞ്ഞാൽ ഇയാൾ അഡീഷണലി ഏൺ ചെയ്ത ഇൻകം ഉണ്ടല്ലോ 25,000, അതിനേക്കാൾ എത്ര എമൗണ്ട് ആണ്, അതായത് എക്സ്ട്രാ എത്ര എമൗണ്ട് ആണ് ടാക്സ് വന്നത്? അപ്പോൾ 1,39,500 മൈനസ് 25,000 ചെയ്താൽ നമുക്ക് 1,14,500 ആണ് വരിക, അല്ലേ? നിങ്ങൾ നോക്ക്, ഇയാൾക്ക് അധികം 25,000 രൂപ കിട്ടി, അല്ലേ? അപ്പോൾ അധികം ടാക്സ്, പക്ഷേ അത് ആ 25,000 കൂടിയത് കൊണ്ട് അയാൾക്ക് അധികം ടാക്സ് കൂടിയത് 1,39,500 ആണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻകം കൂടുന്നതിനേക്കാൾ കൂടുന്ന ഇൻകം മൊത്തമായിട്ട് കൊടുക്കാന്ന് വിചാരിക്കുക. നോർമലി നമുക്കറിയാം ഇൻകത്തിന്റെ ഏറ്റവും കൂടിയ ഹയർ റേറ്റ് 30% ആണ്. അപ്പോൾ ഒരു 10 രൂപ കൂടിയാൽ കൂടുന്നതിനേക്കാൾ കൂടുന്ന ഇൻകം മൊത്തമായിട്ട് കൊടുക്കാന്ന് വിചാരിക്കുക. നോർമലി നമുക്കറിയാം ഇൻകത്തിന്റെ ഏറ്റവും കൂടി എന്നുള്ളത് 30% ആണ്. അപ്പോൾ ഒരു 10 രൂപ കൂടിയാൽ അതിന് 3% നമുക്ക് എക്സ്ട്രാ ടാക്സ് വരുള്ളൂ, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഒരാൾക്ക് 11 ലക്ഷം ഇൻകം എന്ന് വിചാരിച്ചോ. 11 ലക്ഷം എന്നുള്ളത് 12 ലക്ഷം ഇൻകം ആയാൽ ഈ ഡിഫറൻസ് എത്ര? 1 ലക്ഷമാണ്. അപ്പോൾ ഇയാളുടെ ടാക്സ് എത്ര ഡിഫറൻസ് ഉണ്ടാവുക? ഈ 1,00,000 30% ഡിഫറൻസ് വരാം, 30,000 രൂപ കൂടുക, ശരിയല്ലേ? അതങ്ങനെ നോക്കിയൊക്കെ ഇയാൾക്ക് 1,42,500 വരിക. എങ്ങനെ 1,42,500? 1,12,500 പ്ലസ് 1,30,000 എന്ന് പറഞ്ഞാൽ 30,000. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,42,500 വരിക. ഇതേ ആൾക്ക് 12 ലക്ഷം ഉണ്ടെങ്കിൽ 1,72,500 ടാക്സ് വരിക. എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഡിഫറൻസ് എത്ര? ഇതിന്റെ ഡിഫറൻസ് എത്ര? 30,000 ആണ്. എന്താണ് ഈ 30,000? ഈ അഡീഷണൽ കൂടിയിട്ടുള്ള 1,00,000ന്റെ 30% ആണ്, ശരിയല്ലേ? അഡീഷണൽ വന്നിട്ടുള്ള 1,00,000 രൂപയുടെ 30% ആണ് ആ 30,000 എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് ഇൻകം കൂടുമ്പോൾ നമുക്ക് അതിന്റെ അനുപാതികമായിട്ടേ ടാക്സും കൂടുള്ളൂ, അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ടാക്സും കൂടുള്ളൂ. എത്ര ഇൻകം കൂടുന്നുണ്ടോ അതിന്റെ ഒരു മാക്സിമം 30% നമുക്ക് എക്സ്ട്രാ ടാക്സ് വരുള്ളൂ. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചു. ഇവിടെ ഇൻകം കൂടിയതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ടാക്സ് കൂടി. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നത്? സർചാർജ് ഉള്ളതാണ്. 50 lakh ഉള്ളപ്പോൾ സർചാർജ് ഇല്ല, പക്ഷേ 50 lakhന്റെ മുകളിൽ പോകുമ്പോൾ സർചാർജ് വരുന്നുണ്ട്. ആ സർചാർജ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ എന്താ പറയുക, വലിയൊരു വ്യത്യാസം വന്നത്, അല്ലേ? ശരിയല്ല? അല്ലെങ്കിൽ സംഭവിക്കില്ല. സർചാർജ് വരുന്നതുകൊണ്ടാണ് 50 lakh വരെ സർചാർജ് ഇല്ല. അത് കാരണം അയാൾക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 50 lakhന്റെ മുകളിൽ പോയപ്പോൾ സർചാർജ് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡറിൽ നിൽക്കുമ്പോൾ പ്രശ്നമാണ്. അതായത് 50 ലക്ഷത്തിന് തൊട്ട് മുകളിലൊക്കെ ഇൻകം വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ സർചാർജിന്റെ എമൗണ്ട് മാറുന്നുണ്ടല്ലോ, റേറ്റ് മാറുന്നുണ്ടല്ലോ. 10 എന്നുള്ളത് 15, 15 എന്നുള്ള 25 ആയിട്ട് കൂടുന്നുണ്ടല്ലോ. അപ്പോൾ ആ കൂടുന്ന ഫിഗറുകൾ ഉണ്ടല്ലോ, 1 crore വരെ 10 ആണ്, 1 crore മുകളിൽ പോയാൽ 15 ആണ്, 2 crore വരെ 15 ആണ്, 2 crore മുകളിൽ 25 ആണ്. അപ്പോൾ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, 1 crore തൊട്ട് മുകളിലെ ഫിഗർ, 2 crore തൊട്ട് മുകളിലെ ഫിഗർ. ഓക്കെ, ഇനി ഓൾഡ് റെജീമിലാണെങ്കിൽ 5 crore തൊട്ട് മുകളിലെ ഫിഗർ, അതുപോലെ 50 lakhന് തൊട്ട് മുകളിലെ ഫിഗർ. ഇവിടെയൊക്കെയാണ് ഈ പ്രശ്നം വരിക. എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻകത്തിനേക്കാൾ കൂടുതൽ അഡീഷണൽ ടാക്സ് ലബിലിറ്റി വരും. എന്താണ്? നമ്മുടെ വരുമാനം കുറച്ച് എമൗണ്ട് കൂടി, പക്ഷേ അത് കൂടിയത് കൊണ്ട് ആ അധികം കിട്ടിയ വരുമാനത്തിനേക്കാൾ അധികം നമ്മൾ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ വന്നു, ശരിയല്ലേ? അതാണ് സർചാർജ് വരുന്നപ്പോൾ ഒരു പ്രശ്നം വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർജിനൽ റിലീഫ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിലീഫ് ഓർമ്മ ഉണ്ടോ? റിലീഫ് അപ്പോൾ റിലീഫ് എന്താണ്? നമുക്ക് ഒരു ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സർചാർജ് ഉള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം? മാർജിനൽ റിലീഫിന് ഇവർ എലിജിബിൾ ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 25,000 രൂപയാണ് ഇയാൾക്ക് അഡീഷണൽ ഇൻകം വന്നത്, പക്ഷേ അഡീഷണൽ ടാക്സ് വന്നത് 1,39,500 ആണ്. എന്ന് പറഞ്ഞാൽ അതിന് ഡിഫറൻസ് എത്ര? 1,14,500 ആണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ അഡീഷണലി ഏൺ ചെയ്തിട്ടുള്ള 25,000 അതിനേക്കാൾ 1,14,500 രൂപ അധികം അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും ഈ 25,000 കൂടിയതുകൊണ്ട്, ശരിയല്ലേ? അയാളുടെ ഇൻകത്തിൽ 25,000 രൂപയുടെ വർധനവ് ഉണ്ടായപ്പോൾ അയാൾ അധികമായി അടക്കേണ്ടി വന്ന ടാക്സ് എത്ര? 1,39,500 ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ ഈ ഏൺ ചെയ്തിട്ടുള്ള അഡീഷണൽ ഇൻകത്തിനേക്കാൾ 1,14,500 ആണ്, അല്ലേ? അപ്പോൾ ഒരാൾ ഇൻകം ഏൺ ചെയ്യുമ്പോൾ, അഡീഷണൽ ഇൻകം ഏൺ ചെയ്യുമ്പോൾ ആ അഡീഷണൽ ഇൻകം മൊത്തമായിട്ട് ഗവൺമെന്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കാം.
അതിലൊരു ലോജിക് ഉണ്ടല്ലോ. 25,000 രൂപ അഡീഷണൽ കിട്ടിയപ്പോൾ 25,000 ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കൊടുക്കണം എന്ന് പറയണേ ഓക്കെ. പക്ഷേ 25,000 ഏൺ ചെയ്യുമ്പോൾ 1,39,000 കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? അതൊരിക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡിഫറൻഷ്യൽ എമൗണ്ട് മാർജിനൽ റിലീഫ് ആയിട്ട് കൊടുക്കും. മാർജിനൽ റിലീഫ് എന്താണ്? മാർജിനൽ റിലീഫ് ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അഡീഷണൽ 1,29,500 അടക്കേണ്ടി വരില്ല. അഡീഷണൽ കിട്ടിയ അഡീഷണൽ എമൗണ്ട് എന്താണോ ആ അഡീഷണൽ എമൗണ്ട് അയാൾ അങ്ങനെ തന്നെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാബുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി എന്നുള്ളത് എത്രയാണ്? 14,52,500 സർചാർജ് ഉൾപ്പെടെ. പക്ഷേ ഇതിൽ നിന്ന് എന്ത് കിട്ടും? മാർജിനൽ റിലീഫ് കിട്ടും. എത്ര മാർജിനൽ റിലീഫ് കിട്ടുക? 1,14,500 മാർജിനൽ റിലീഫ് കിട്ടുക. അതായത് എന്താണോ ആ അഡീഷണൽ ടാക്സ്, ഇൻകത്തിനേക്കാൾ കൂടുതൽ കൂടി വന്നിട്ടുള്ള ടാക്സ്, ആ ടാക്സ് എമൗണ്ട് ഇവർക്ക് മാർജിനൽ റിലീഫ് ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് എത്ര ടാക്സ് വരും? അപ്പോൾ 13,37,500 അല്ലേ? 13,37,500 അതായിരിക്കും ഇയാൾക്ക് ടാക്സ് വരുള്ളൂ. അപ്പോൾ ആക്ച്വലി സർചാർജ് വെച്ച് നോക്കുകയാണെങ്കിൽ 14,52,000 വരേണ്ടതാണ്. പക്ഷേ ഈ മാർജിനൽ റിലീഫ് കിട്ടിയപ്പോൾ 13,37,500 ആയിട്ട് ഇയാളുടെ ടാക്സ് ലയബിലിറ്റി കുറയും. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചോ, ചില ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടി പറയാം. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഇവിടുത്തെ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്താണ് ഇവിടുത്തെ ഇഷ്യൂ? സാബുവിന് അല്ലെങ്കിൽ ബാബുവിന് 50 ലക്ഷം ഇൻകം, സാബുവിന് 50,25,000 ഇൻകം എന്ന് പറഞ്ഞാൽ ബാബുവിനേക്കാൾ 25,000 രൂപയാണ് അധികം വരുമാനമുള്ളത്. പക്ഷേ രണ്ടാളുടെയും ടാക്സ് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ്. കാരണം ഇവർ തമ്മിൽ ഇൻകത്തിന് ഡിഫറൻസ് ആകെ 25,000 ഉള്ളൂ. പക്ഷെ അവർ തമ്മിൽ ടാക്സ് ഇറക്കുന്ന ഡിഫറൻസ് നോക്കിയപ്പോൾ സാബു എത്രയോ ഇവരെക്കാൾ ഏതാണ്ട് 1 ലക്ഷം അധികം ടാക്സ് ഇറക്കുന്നുണ്ട് അല്ല. ആകെ 25,000 രൂപയാണ് ബാബുവിനേക്കാൾ കൂടുതൽ ഇൻകം സാബുവിന് കിട്ടിയുള്ളൂ. പക്ഷേ ബാബു അടക്കുന്നതിനേക്കാൾ 1,39,500 രൂപ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണ് സാബുവിന്. എന്തുകൊണ്ടാണ്? ഈ സർചാർജ് വന്നുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണും, മാർജിനൽ റിലീഫ്. എന്താ പരിഹാരം എന്ന് വെച്ചാൽ എന്താണോ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഇൻകം, ആ അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ഫുൾ ആയിട്ട് ടാക്സ് കൊടുക്കാന്നല്ലാണ്ട് അതിനേക്കാൾ വലിയൊരു അമൗണ്ട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് സാബുവിന് അധികം വരുമാനം കിട്ടി 25,000 ആണ്. ആ 25,000 മൊത്തം ടാക്സ് കൊടുക്കുക. ആ 25,000 കിട്ടിയ എക്സ്ട്രാ എമൗണ്ട് ഫുൾ ഗവൺമെന്റ് കൊടുക്കുക. പക്ഷെ അതിനേക്കാൾ വലിയ എമൗണ്ട് എങ്ങനെ കൊടുക്കുക? പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ അഡീഷണലി കിട്ടിയിട്ടുള്ള 25,000 ഉണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ മതി, എക്സ്ട്രാ കൊടുത്താൽ മതി. എന്ത് ചെയ്യണ്ട? ഫുൾ ഈ പറയുന്ന 1,39,500 കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് കോൺസെപ്റ്റ്. ഇനി എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് നമ്മൾ എത്താന്നുള്ളത് ഞാനൊരു ഫോർമുല പറഞ്ഞുതരാം. ആ രീതിയിൽ നിങ്ങൾ പോയാൽ മതി. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും എന്നോട് മെസ്സേജ് ചോദിക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മാർജിനൽ റിലീഫ് കേട്ടോ. ഓക്കെ, ക്ലിയർ. ഇതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ കൂടി പറയാം. ശ്രദ്ധിക്കാം, ഞാൻ ഇതിന്റെ ഫോർമുല ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഒരു മാറി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പം അഗൈൻ രാമു ആൻഡ് രാജു, രണ്ടാള്. ഓക്കെ, രാമു ആൻഡ് രാജു. രാമുവിനുള്ള ടോട്ടൽ ഇൻകം 1 കോടി, കറക്റ്റ് 1 കോടി. രാജുവിനുള്ളത് 1,10,000. 1,10,000. അപ്പോൾ ഇവിടെ ടാക്സ് ലയബിലിറ്റി നമുക്ക് നോക്കാം എത്ര വരുന്നുള്ളത്. അപ്പോൾ രാമുവിന് എത്ര വരിക? രാമുവിന് ടാക്സ് ലയബിലിറ്റി നമുക്ക് പുറത്ത് കാണാം. രാമുവിന് വരിക ആദ്യത്തെ 10 ലക്ഷത്തിന് അപ് ടു 10 ലാക്ക് 1,12,500. ബാലൻസ് 90 ലാക്ക്. 90 ലാക്കിൻ്റെ 30%, 27 ലക്ഷം. അപ്പോൾ 28,12,500. ഓക്കെ, രാജുവിനോ? കഴിഞ്ഞിട്ടില്ല. ഈ രാമുവിൻ്റെ ഇൻകം എത്ര? 1 കോടിയല്ലേ? രാമുവിൻ്റെ ഇൻകം 1 കോടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 50 ലക്ഷത്തിൻ്റെ മുകളിലല്ലേ? അപ്പോൾ രാമുവിന് എന്ത് വരും? 10% സർചാർജ് വരില്ലേ? 10% സർചാർജ്, SC എന്ന് പറഞ്ഞ സർചാർജ് കേട്ടോ. രാമുവിന് എത്ര ഇൻകം? 1 കോടിയാണ്. രാമുവിൻ്റെ ഇൻകം 1 കോടിയാണ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിന് മുകളിലല്ലേ? 50 ലക്ഷം മുതൽ 1 കോടി വരെ ഇൻകം ഉള്ള ആൾക്ക് 10% സർചാർജ് വരില്ലേ? അപ്പോൾ 2,81,250 അത്രയും സർചാർജ് വരും രാമുവിന് അല്ലേ? അത്രയും സർചാർജ് വരും എന്ന് പറഞ്ഞാൽ എത്ര വരിക? 28,12,500 പ്ലസ് 2,81,250, അതായത് 30,93,750 ആണ് ഇയാൾക്ക് വരുന്ന ടാക്സ്, രാമുവിന് വരുന്ന ടാക്സ്. ക്ലിയർ അല്ലേ? പക്ഷേ നേരെ മറിച്ച് രാജുവിന് എത്ര വരിക? രാജുവിനാകുമ്പോൾ എന്താ വ്യത്യാസം? രാജുവിൻ്റെ ടോട്ടൽ ഇൻകം എന്നുള്ളത് 1,10,00,000 എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ മുകളിൽ പോയി. 1 കോടിയുടെ മുകളിൽ പോയാൽ സർചാർജ് എന്നുള്ളത് 10% അല്ല, 15%. അപ്പോൾ എന്താണ് ഇമ്പാക്ട് നോക്കുക? അപ്പോൾ അപ് ടു 10 ലാക്ക് 1,12,500. ബാലൻസ് എത്ര ഉണ്ട്? 90,10,000. അതിൻ്റെ 30%. അപ്പോൾ എത്ര വരിക? 27,03,000 വരിക. 27,03,000 എന്ന് പറയുമ്പോൾ 28,15,500. ശരിയല്ലേ? കാൽക്കുലേറ്റർ എടുത്ത് നോക്ക്. ഓക്കെ, 28,15,500. ഇനി എന്ത് വരും? സർചാർജ് വരും. സർചാർജ് എത്ര? 15% സർചാർജ്. അപ്പോൾ ഇതിൻ്റെ 15% നോക്കുമ്പോൾ 4,22,325. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 32,37,825. 32,37,825. ഓക്കെ, അപ്പോൾ രാമുവിന് വന്ന ടാക്സ് എത്രയാണ്? 30,97,750. രാജുവിന് വന്ന ടാക്സ് എത്രയാണ്? 32,37,825. ഓക്കെ, ഇനി നമുക്ക് കമ്പയർ ചെയ്യാം കേട്ടോ. ടോട്ടൽ ഇൻകത്തിലുള്ള ഡിഫറൻസ് എത്ര? ഇവർ തമ്മിൽ ടോട്ടൽ ഇൻകത്തിലുള്ള ഡിഫറൻസ് ആകെ 10,000 രൂപയാണ്. പക്ഷേ രാമുവിന് വന്ന ടാക്സ് എത്രയാണ്? 30,93,750. രാജുവിന് വന്ന ടാക്സ് എത്രയാണ്? 32,37,825. ഇവർ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ടാക്സ് എമൗണ്ട് എത്ര ഡിഫറൻസ് ഉണ്ട്? നോക്കട്ടെ എത്രയാണ്? 1,44,075 രൂപയുടെ വ്യത്യാസമുണ്ട്.
ശരിയല്ലേ? അപ്പൊ എന്താ സംഭവിച്ചത്? ആകെ ഇവർ തമ്മിലുള്ള ഇൻകം ഡിഫറൻസ് 10,000 ആണ്. പക്ഷെ ടാക്സിൽ ഡിഫറൻസ് എത്ര? 1,44,075 രൂപ ടാക്സിൽ ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഇൻകം കൂടിയപ്പോൾ രാജുവിന് എന്ത് വില കൊടുക്കേണ്ടി വന്നു? ആ എക്സ്ട്രാ കിട്ടിയ 10,000-ന് പകരം 1,44,075 രൂപ എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഗവൺമെന്റ് എന്താ പറയാ? ഇയാൾക്ക് എന്ത് കിട്ടും? മാർജിനൽ റിലീഫ് കിട്ടും. എങ്ങനെയാണ് മാർജിനൽ റിലീഫ് കിട്ടുക? ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അതായത് 1,34,075 രൂപ. ഈ 1,34,075 രൂപ രാജുവിന്റെ ടാക്സിൽ നിന്ന് കുറച്ച് കൊടുക്കും. അതായത് രാജുവിന് ഒരു റിലീഫ് കൊടുക്കും. എത്രയാണ്? 1,34,075. എന്താണ് 1,34,075? രാജുവിന് അധികമായിട്ട് വന്നിട്ടുള്ള ടാക്സ് 10,000 ആണ്. രാജുവിന് അധികമായിട്ട് വന്നിട്ടുള്ള ഇൻകം 10,000 ആണ്. പക്ഷെ ആ 10,000 കൂടിയപ്പോ 1,34,075 രൂപ ടാക്സ് കൂടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അഡീഷണലി കിട്ടിയിട്ടുള്ള എമൗണ്ട് മൊത്തം വേണമെങ്കിലും ഗവൺമെന്റ് കൊടുക്കാം. പക്ഷെ അതിനേക്കാൾ കൂടിയ എമൗണ്ട് നമ്മൾ കൊടുക്കുക അല്ലെ? നമുക്ക് കിട്ടിയിട്ടുള്ള അഡീഷണൽ ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം മൊത്തം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ അതിനേക്കാൾ എമൗണ്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ അഡീഷണൽ ടാക്സ്, അതായത് ഇയാളുടെ ഇൻകത്തിനേക്കാൾ കൂടുതൽ വന്നിട്ടുള്ള അഡീഷണൽ ടാക്സ് ഉണ്ടല്ലോ, ഓവർ ആൻഡ് അബവ്, അതായത് അഡീഷണൽ ടാക്സ് ഓവർ ആൻഡ് അബവ് അഡീഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ അഡീഷണൽ കിട്ടിയ ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട് വന്നിട്ടുള്ള അഡീഷണൽ ടാക്സ്. ഓക്കെ, ആ ടാക്സ് അത്രയും ഗവൺമെന്റ് റിലീഫ് ആയിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ രാജുവിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ രാമുവിന് വലിയ റോളല്ല, രാമു ടാക്സ് കൊടുക്കേണ്ടി വരും. രാമു ടാക്സ് കൊടുക്കണം, ഇനി സെസ്സും കൂടി ആയിട്ട് ടാക്സ് കൊടുക്കണം. രാജുവിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? രാജുവിനെ സംബന്ധിച്ചിടത്തോളം 15% സെസ്സൊക്കെ സർചാർജ് ഒക്കെ നോക്കിയിട്ട്, അപ്പോൾ ടാക്സ് പ്ലസ് സർചാർജ് ഒക്കെ കൂട്ടിയിട്ട് എത്ര വന്നത്? 32,37,825 വന്നത്. അതിൽ നിന്ന് എന്ത് ഓർക്കും? മാർജിനൽ റിലീഫ്, MR മാർജിനൽ റിലീഫ് എത്ര കൊടുക്കുക? 1,34,075 കൊടുക്കും. എന്ന് പറഞ്ഞാൽ എത്ര വരിക? 31,03,750 ആയിരിക്കും വരിക. ഓക്കെ, ജസ്റ്റ് നോക്കാം നമുക്ക് കേട്ടോ. ജസ്റ്റ് നോക്കാം. 32,37,825 മൈനസ് 13,40,075, 31,03,750. അപ്പൊ ഇത്ര ടാക്സ് ആണ് ആക്ച്വലി എത്ര വരുള്ളൂ രാജു. അപ്പൊ ടാക്സ് പ്ലസ് സർചാർജ്, രാജുവിന് അപ്ലിക്കബിൾ ആകുന്ന സർചാർജ് റേറ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് എത്ര ടാക്സ് വരുന്നത്? 32,00,000. ഇത് 32,00,000 ഇത്ര ടാക്സ് വരും. 32,37,825 വരും. അത് നമ്മളോട് എഴുതിയിട്ടത്. പക്ഷേ അയാൾക്ക് എന്ത് കിട്ടി? മാർജിനൽ റിലീഫ് കിട്ടി. മാർജിനൽ റിലീഫ് കിട്ടിയപ്പോൾ എത്ര? അയാളുടെ ടാക്സ് 31,03,750. ഈ 31,03,750 ഞാൻ കാൽക്കുലേറ്ററിലാണ് നോക്കി. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി നോക്കട്ടോ, ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഈസി വേ ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് മോളിക്ക് നോക്കേ, ഞാൻ 1,000 1 കോടി ഇൻകം ഉള്ളപ്പോൾ അയാൾക്ക് വരുന്ന ടാക്സ് എത്രയാണ്? 30,93,750 അല്ലേ? 1 കോടി ടാക്സ് ഉള്ളപ്പോൾ മോളിക്ക് നോക്കേ, ഞാൻ 1,000 മാർക്കുള്ള ഭാഗത്ത് നോക്ക്. 1 കോടി ഇൻകം ഉണ്ടായപ്പോൾ 30,93,750 അയാൾക്ക് വന്ന ടാക്സ് എമൗണ്ട്. ഇവിടെ രണ്ടാമത്തെ കേസിൽ രാജുവിന് എത്ര എമൗണ്ട് കൂടിയത്? ആകെ 10,000 കൂടിയുള്ളൂ അല്ലേ? അപ്പോൾ 10,000 കൂടുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു എമൗണ്ട് കൂടിയപ്പോൾ വലിയ ടാക്സ് കൂടാൻ പാടില്ല. എത്രയാണോ നമുക്ക് അഡീഷണൽ എമൗണ്ട് കൂടിയത്, ആ അഡീഷണൽ എമൗണ്ട് മൊത്തമായിട്ട് നമുക്ക് ടാക്സ് കൊടുക്കാം. അതിനപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 1 കോടി എമൗണ്ട് ഇൻകം കിട്ടുമ്പോൾ 30,93,750 ടാക്സ് വന്നത്. 1 കോടി 10,00,000 1 കോടി 10,000 ഇൻകം വരുമ്പോൾ ഈ 10,000 കൂടി നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കാം. 10,000 നമുക്ക് വേണ്ട. ആ അഡീഷണൽ കിട്ടി 10,000 നമുക്ക് വേണ്ട. ആ 10,000 മൊത്തമായിട്ട് ടാക്സ് കൊടുക്കാം. അതിനപ്പുറത്ത് കൊടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മാർജിനൽ റിലീഫും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു റിലീഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി നമുക്ക് വരുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ 30,93,750 പ്ലസ് ഈ 10,000 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 30,93,750 പറഞ്ഞാൽ 1 കോടിക്ക് വരുന്ന ടാക്സ്. അതിന്റെ കൂടെ നമുക്ക് എന്താണോ എക്സ്ട്രാ കിട്ടിയ ഇൻകം അത് മൊത്തം നമ്മൾ കൊടുക്കണം. അതും ടാക്സ് ആയിട്ട് കൊടുക്കല്ലേ? അപ്പോൾ അതും ടാക്സിൽ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് എന്ത്? 31,03,750. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടാക്സ് പ്ലസ് സർചാർജ് മൈനസ് മാർജിൻ റിലീഫ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 1 കോടിക്ക് എത്ര ടാക്സ് ആണോ വരുന്നത് നോക്കുക, അതിന്റെ കൂടെ ഈ അഡീഷണൽ എമൗണ്ട് എത്രയാണ് അതുകൂടി ആഡ് ചെയ്യുക. ഇതേ സാധനം കഴിഞ്ഞ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കി നോക്കിട്ടോ, നോക്കി കറക്റ്റ് 50 ലക്ഷം ആകുമ്പോൾ വരുന്ന ടാക്സ് എമൗണ്ട് എത്ര? കറക്റ്റ് 50 ലക്ഷം ആകുമ്പോൾ വരുന്ന ടാക്സ് എമൗണ്ട് പറഞ്ഞാൽ 13,12,500 ആണ്. ഓക്കെ, ഇവിടെ അഡീഷണലി വന്ന ടാക്സ് എമൗണ്ട് ഇൻകം എത്ര? അതെന്ന് പറഞ്ഞാൽ 25,000 ആണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ റിലീഫ് കിട്ടിയതിന് ശേഷം ഇയാൾ അടക്കേണ്ടി വരുന്ന ടാക്സ് പറഞ്ഞാൽ 13,12,500 പ്ലസ്
ഇത് രണ്ടും പ്ലസ് ചെയ്താൽ മതി. 13,12,500 പ്ലസ് 25,000 നോക്കിയാൽ മതി. അതാണ് 13,37,500 ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ടാക്സ് ലാബിലിറ്റി സർചാർജ് ഉൾപ്പെടെ ടാക്സ് ലാബിലിറ്റി നോക്കിയിട്ട് അതിൽ നിന്ന് മാർജിൻ റിലീഫ് കുറക്കുമ്പോൾ നമുക്ക് ഫിഗർ കിട്ടും. അത് ശരിയാണോ എന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 50 ലക്ഷം, അതായത് ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ കറക്റ്റ് ബോർഡർ, ആ കടന്ന ബോർഡർ ഉണ്ടല്ലോ, ഈ 50 ലക്ഷം എന്നുള്ള ബോർഡർ കടന്നപ്പോഴാണ് ഇവിടെ സർചാർജ് വന്നത്. രണ്ടാമത്തേൽ 1 കോടി എന്നുള്ള ആ ബോർഡർ കടന്നപ്പോഴാണ് സർചാർജ് 10 എന്നുള്ള 15 ചെയ്തത്. അപ്പോൾ ആ ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡർ എമൗണ്ടിൽ വരുന്ന ടാക്സ് പ്ലസ് എന്താണോ അഡീഷണൽ ഇൻകം വന്നത് അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ എമൗണ്ട് കിട്ടും. കാരണം അതിന്റെ കോൺസെപ്റ്റ് എന്താ നമ്മൾ പറഞ്ഞു, നമുക്ക് അഡീഷണൽ ഇൻകം ആയിട്ട് എന്താണ് കിട്ടിയത് അത് മൊത്തമായിട്ട് ടാക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫലത്തിൽ ആ ഇൻകം നമുക്ക് കിട്ടിയതിൽ ഗുണമില്ല, കാരണം അത് മൊത്തമായിട്ട് നമുക്ക് ടാക്സ് ആയിട്ട് പോകും. ഓക്കെ, സർചാർജ് വരുന്നതുകൊണ്ട് അത് മൊത്തമായിട്ട് നമുക്ക് ടാക്സ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എപ്പോഴാണ് വരിക, ഈ പറയുന്ന പോലെ സർചാർജ് അപ്ലിക്കബിൾ ആകുന്ന ലിമിറ്റ്, അതായത് 50 ലാക്ക്, അല്ലെങ്കിൽ സർചാർജ് കൂടുന്ന ലിമിറ്റ് 10 15 ആകുക, 15 25 ആകുക, 25 37 ആകുക, അതായത് 1 കോടി 2 കോടി 5 കോടി ഇതൊക്കെയുള്ള ലിമിറ്റുകൾ. ആ ലിമിറ്റുകൾ അതിന്റെ തൊട്ടടുത്തൊരു ഇൻകം, തൊട്ട് മുകളിലൊരു ഇൻകം വരുമ്പോഴാണ് ഈ പ്രശ്നം വരിക. മനസ്സിലായി? എല്ലാത്ത കേസിലൊന്നും മാർജിൻ റിലീഫ് വരില്ല. ഓക്കെ, യെസ് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നോക്കാം. അപ്പോൾ ജസ്റ്റ് ആ സ്ലൈഡ് ഞാൻ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് അതിലൂടെ ഒഴിച്ചു പോകാം. അപ്പോൾ എക്സാമ്പിൾ എന്താണ്, ആദ്യത്തെ എക്സാമ്പിൾ ടോട്ടൽ ഇൻകം 50,25,000 ആണ്. 50,25,000 ആണ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ ഓക്കെ, എന്താണ് ടോട്ടൽ ഇൻകം തമ്മിലുള്ള വ്യത്യാസം 25,000 ആണ്. പക്ഷേ ടാക്സ് തമ്മിലുള്ള വ്യത്യാസം 1,39,500 ആണ്. അതുകൊണ്ട് ഇൻക്രീസ് ഇൻ ഇൻകം 25,000 ആണ്, പക്ഷേ ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ് 10,39,500. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എത്ര 1,14,500. ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, മാർജിനൽ റിലീഫ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതല്ലാണ്ട് നമുക്ക് ഫോർമുല പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ A-B-C അതാണ് നമ്മുടെ ഫോർമുല. മാർജിൻ റിലീഫ് എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് A-B-C അതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ ഇൻകം എത്രയാണോ, അതായത് ഇവിടുത്തെ ഇൻകം എത്ര 50,25,000, ആ 50,25,000 വരുന്ന ടാക്സ്, സർചാർജ് ഉൾപ്പെടെയുള്ള ടാക്സ്. അപ്പോൾ ടാക്സ് പ്ലസ് സർചാർജ് ഓൺ 50,25,000 ആണ് നമ്മൾ ആദ്യത്തെ എമൗണ്ട്. രണ്ടാമത്തെ എമൗണ്ട് എന്താ, ആ ബോർഡർ കടന്നല്ലോ, ആ തൊട്ട് മുന്നുള്ള ബോർഡർ 50 ലാക്ക്. അപ്പോൾ 50 ലാക്കുമുള്ള ടാക്സ് എത്ര 13,12,500. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരിയല്ലേ? ഇനി എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ് അതിൽ നിന്ന് ആ ബോർഡർ എമൗണ്ട് കുറക്കുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം എത്ര 50,25,000 നിന്ന് ഈ പറയുന്ന 50 ലാക്ക് കുറക്കുക. അപ്പോൾ എന്താ വരിക 25,000 വരും. അപ്പോൾ ഇനി A മൈനസ് B മൈനസ് C, A മൈനസ് B മൈനസ് C. അപ്പോൾ 14,52,000 നിന്ന് 13,12,500 കുറക്കുക, എന്നിട്ട് 25,000 കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും മാർജിനൽ റിലീഫ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. 50,25,000 വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നോക്കാം. അപ്പോൾ ടാക്സ് ഞാൻ ഒന്നും ചെയ്യാം, കൺഫ്യൂഷൻ വരില്ല. ടോട്ടലിംഗ് എത്രയാണ് 50,25,000. ഓക്കെ, അപ്പോൾ ടാക്സ് വരിക അപ് ടു 10 ലാക്ക്, ബാലൻസ് 40,25,000. അപ്പോൾ 12,07,500, ടോട്ടൽ 13,20,000. ആഡ് സർചാർജ് 10%, 1,32,000, ടോട്ടൽ 14,52,000. ഓക്കെ, അപ്പോൾ ഇത്ര കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ട മൈനസ് മാർജിനൽ റിലീഫ്. എന്താ മാർജിനൽ റിലീഫ്? A-B - C. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ A എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സ് പ്ലസ് സർചാർജ് ഓൺ 50,25,000. അതെത്ര 14,52,000. B ടാക്സ് ഓൺ 50 ലാക്ക് എത്ര, കറക്റ്റ് 50 ലാക്കിന് എത്ര ടാക്സ് വരുന്നത് 13,12,500. 13,12,500. C എന്താണ് 50,25,000 മൈനസ് 50 ലാക്ക് എത്ര 25,000. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ നീക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർജിൻ റിലീഫ് എത്ര കിട്ടുക, ഇതാണ് 1,14,500. അപ്പോൾ ഇനി മാർജിൻ റിലീഫ് കുറച്ചതിന് ശേഷമുള്ള ടാക്സ് എത്ര ടാക്സ് വരിക 13,37,500. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ആസ് യൂഷ്വൽ എന്ത് ചെയ്യാം, പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ഇൻറ്റു 13,37,500. ഓക്കെ, എത്ര വരിക 4% ഇൻറ്റു 13,37,500, 53,500. ഇപ്പോൾ 13,91,000 ആണ് ഇയാൾക്ക് സെസ് ഉൾപ്പെടെ ഗ്രോസ് ടാക്സ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഇത്തിരി ട്രിക്കിയാണ്, ശരിക്കും കൺഫ്യൂസിംഗ് ആയി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് നോക്കി മനസ്സിലാക്കുക, ഡൗട്ട്സ് എന്തായാലും ചോദിക്കണം. ഓക്കെ, ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ 1 crore 1 lakhന്റെ കൂടി ഇതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. 1 crore 1 lakh അല്ല, 1 crore 10,000. ഓക്കെ, അപ്പോൾ നോക്കാം രണ്ടാമത്തെ എക്സാമ്പിൾ. ടോട്ടൽ ഇൻകം 1 crore 10,000 അല്ലേ. അപ്പോൾ ടാക്സ് എത്ര, ടാക്സ് അപ് ടു
10 lakh. Balance 90 lakh 10,000. 27 lakh 3,000. 28 lakh 15,500 plus surcharge. Surcharge എത്ര? 15% into 28,000 15,500. ഇപ്പോൾ എത്ര വരിക? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണേ. 28 lakh 15,500 into 15%. ഇപ്പോൾ 4 lakh 22,325. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 32,044,640 തന്നെയായിരുന്നു ക്യാൻവാഷൻ കിട്ടിയത്, നേരത്തെ കിട്ടിയത് നമുക്ക്. ഇതിൽ ഏതാ അവിടെ നമുക്ക് പ്രശ്നം പറ്റി? നമ്മൾ ഈ കൂട്ടി തെറ്റാ 28,15,500 ഇൻറ്റു 15%. അപ്പോൾ 4,22,300. ഓക്കെ ഞാൻ നമ്മുടെ കൂട്ടിയിൽ തെറ്റിയതാണ്. അപ്പോൾ 32,37,825. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മൈനസ് മാർജിനൽ റിലീഫ്. എന്താ മാർജിനൽ റിലീഫ്? A മൈനസ് B മൈനസ് C. എന്താ A? ടാക്സ് പ്ലസ് സർചാർജ് ഓൺ 1,10,00,000. അതെത്ര? 32,37,825. B ടാക്സ് പ്ലസ് സർചാർജ്. ഇവിടെ സർചാർജ് വരും, കാരണം നേരത്തെ സർചാർജ് ഇല്ല. കാരണം നേരത്തെ ഇൻകം തന്നെ 50,000 ആണ്. 50 lakh ആണ്. 50 lakhന് സർചാർജ് ഇല്ല അല്ലേ? ഇവിടെ അങ്ങനെയല്ല, 1 lakh ആകുമ്പോൾ സർചാർജ് ഉണ്ടാവും. അപ്പോൾ ടാക്സ് പ്ലസ് സർചാർജ് ഓൺ 1 lakh അല്ല 1 crore. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. 30,93,750. എങ്ങനെ 30,93,750 കിട്ടിയത്? അപ് ടു 10,01,12,500. ബാക്കി 90 ലക്ഷത്തിൻ്റെ 30%, അതായത് 27 ലക്ഷം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 28,12,500 പ്ലസ് 10% സർചാർജ്. അപ്പോൾ 2,81,250. അപ്പോൾ ഇതും കൂടി കൂട്ടിയാലോ? 28,12,500 പ്ലസ് 2,81,250. 30,93,750. ഓക്കെ, ഇനി ഇത് തന്നെ അവിടെ ഏതാണ് എഴുതിയേക്കണേ? B അല്ലേ? B. ഇനി C എന്താ? 1,10,000 മൈനസ് 1 crore. അത് എത്രയാണ്? 10,000. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ആയിരിക്കും മാർജിൻ റിലീഫ്. അതായത് 32,37,825 മൈനസ് 30,93,750 മൈനസ് 10,000. ഇപ്പോൾ 1,34,075. ഇപ്പോൾ മാർജിൻ റിലീഫ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ടാക്സ് എത്ര ഉണ്ടാവും? 31,03,750. ഓക്കെ, ഇനി നമുക്ക് എന്താ? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. അപ്പോൾ അതെത്ര വരിക? 1,24,150. എന്താ പ്രശ്നമല്ലോ? ശരിയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്താൽ 32,27,900. അപ്പോൾ ഇതാണ് ഇയാൾക്ക് വരുന്ന ടാക്സ്. ഓക്കെ, ഇതാണ് ഇയാൾക്ക് വരുന്ന ടാക്സ്. മാർജിൻ റിലീഫ് കിട്ടിയതിന് ശേഷം കേട്ടോ. ഓക്കെ, നമ്മൾ അഗൈൻ ഒരു എക്സാമ്പിളോട് നോക്കാൻ പോകണം. 1 more എക്സാമ്പിൾ. ഓക്കെ, ഒരാളുടെ ടോട്ടൽ ഇൻകം 2,01,00,000. 2,01,00,000. അപ്പോൾ നമുക്കറിയാം അപ് ടു 2 crore വരെ 15% ആണ് സർചാർജ്. 2 crore മുകളിൽ പോയാൽ 25% ആണ് സർചാർജ്. അപ്പോൾ ഇയാൾക്ക് 25% ആണ് സർചാർജ് വരെ, കാരണം 2 കോടിയുടെ മുകളിൽ ഇൻകം ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇയാളുടെ ടാക്സ് കണ്ടുപിടിക്കാം. ടാക്സ് ലയബിലിറ്റി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, സ്ലാബാണ് നമ്മൾ ഫുൾ നോക്കണേ. ഓക്കെ, ക്ലിയർ? നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അപ് ടു 10 lakh 1,12,500. ബാലൻസ് എത്ര ഉണ്ട്? 1,91,00,000 അല്ലേ? 1,91,00,000ൻ്റെ 30%. എത്ര? 1,91,00,000ൻ്റെ 30%. 1,91,00,000 ഇൻറ്റു 30%. അപ്പോൾ 57,30,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര ഉണ്ട്? 58,42,500. ഓക്കെ, ഇനി സർചാർജ് എത്ര വരിക? സർചാർജ് 10% ആണോ? അല്ല. 15 ആണോ? അല്ല. 25% അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ 58,42,500 ഇൻറ്റു 25%. അപ്പോൾ 14,00,000
60,625. 14,60,625 അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്താലോ? ഇപ്പോൾ 58,42,500 പ്ലസ് 14,60,625. അപ്പോൾ 73,03,125. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് മാർജിനൽ റിലീഫ് കിട്ടും. മൈനസ് മാർജിനൽ റിലീഫ്. എന്താ മാർജിനൽ റിലീഫ്? എ മൈനസ് ബി മൈനസ് സി. അപ്പോൾ എ എന്താണ്? ടാക്സ് പ്ലസ് സർചാർജ് ഓൺ 2,01,00,000. അത് എത്രയായിരുന്നു? 73,03,125. ബി എന്താണ്? ടാക്സ് പ്ലസ് സർചാർജ് ഓൺ 2 കോടി. അപ്പോൾ എത്രയും നോക്കാം, ഇപ്പുറത്ത് നോക്കാം. അപ് ടു 10 lakh ആണെങ്കിൽ 1,12,500. ഇത് എത്രയാണ്? 2 കോടി കേട്ടോ. അപ്പോൾ ബാലൻസ് 1.9 കോടി ഇൻറ്റു 30%. അപ്പോൾ 57 lakh. ഓക്കെ, അപ്പോൾ 58,12,500 പ്ലസ് സർചാർജ് എത്ര? 2 കോടി വരെ സർചാർജിന് 15%. ഇപ്പോൾ 58,12,500 ഇൻറ്റു 15% എന്ന് പറയുമ്പോൾ 8,71,875 വരും. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 66,84,375 അത്രേ വരുള്ളൂ അല്ലേ? നോക്ക്, മറ്റേ 25%. അപ്പോൾ ഭയങ്കര കൂടുതലാണ് കൂടിയേക്കണേ. സർചാർജും കൂടി കൂട്ടിയിട്ട് 66,84,375. ഓക്കെ, ഇനി സി എന്താണ്? 2 കോടി 1,00,000 മൈനസ് 2 കോടി, അതെത്ര? 1,00,000. ഓക്കെ, അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് മാർജിൻ റിലീഫ്. അത് എത്രയാണ്? 5,18,750. അപ്പോൾ എത്ര ടാക്സ് വരിക? 67,84,375 അല്ലേ? ഇനി നമുക്ക് എന്ത് വരും? ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ഇൻറ്റു 67,84,375. ഓക്കെ, അപ്പോൾ 2,71,375. അപ്പോൾ ടോട്ടൽ എത്രയായി? 67,84,375 പ്ലസ് 271,375. അപ്പോൾ 70,95,750. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഈ കേസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിഫറൻസ് ഇൻ ഇൻകം, ഡിഫറൻസ് ഇൻ ടാക്സ് എന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ മാർജിൻ റിലീഫ് കിട്ടിയാൽ നമ്മൾ എത്ര? 5,18,750 അല്ലേ? അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ടോട്ടൽ ഇൻകം 2 കോടി ആകുമ്പോൾ 2 കോടി 1,00,000 ആകുമ്പോൾ ഉള്ള വ്യത്യാസം. 2 കോടി ആകുമ്പോൾ ടാക്സ് പ്ലസ് സർചാർജ് 66,84,375. ഓക്കെ, ഇത് 73,03,125. 73,03,125. അപ്പോൾ ഡിഫറൻസ് ഇൻ ഇൻകം 1,00,000 ആണ്. ഡിഫറൻസ് ഇൻ ടാക്സോ? ഡിഫറൻസ് ഇൻ ടാക്സ് എത്ര? 66,84,375 മൈനസ് 73,03,125 എത്ര? 6,18,750. ഇതിൻ്റെ ഡിഫറൻസ് ആണ് മാർജിൻ റിലീഫ് ആയിട്ട് കിട്ടുക. അതായത് 5,18,750. ഇതന്നെയല്ലേ നമുക്കിവിടെ കിട്ടി? 5,18,750. മനസ്സിലായോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്നോട് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം? ഒരു സർചാർജ് വരുമ്പോൾ ഈ സർചാർജിൻ്റെ ബോർഡറിൽ എടുക്കുമ്പോഴാണ് സർചാർജിൻ്റെ എമൗണ്ട്, അതായത് 50 lakhന് തൊട്ട് മുകളിലെ ഇൻകം വരിക, 1 കോടി തൊട്ട് മുകളിൽ ഇൻകം വരിക, 2 കോടി തൊട്ട് മുകളിൽ ഇൻകം വരിക, അല്ലെങ്കിൽ 5 ഓൾഡ് റീജിയം ആണെങ്കിൽ 5 കോടി തൊട്ട് മുകളിൽ ഇൻകം വരുമ്പോഴൊക്കെ സർചാർജ് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സർചാർജിൽ വരുന്ന ഇൻക്രീസ് കൊണ്ടോ നമ്മൾ അഡീഷണലി ഏൺ ചെയ്യുന്ന ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട് അഡീഷണലി നമുക്ക് ടാക്സ് വരിക. ഓക്കെ, അപ്പോൾ അതിനെ ഒഴിവാക്കുന്ന ഒരു സംഭവമാണ് മാർജിൻ റിലീഫ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്ടാവുക വെച്ചാൽ നമ്മൾ അഡീഷണലി ഏൺ ചെയ്യുന്ന ഇൻകം മൊത്തമായി ടാക്സ് കൊടുക്കേണ്ടി വരും എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പല രീതിക്ക് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, 2 കോടി വന്ന ഒരാൾക്ക്, ഈ എക്സാമ്പിളിൽ 2 കോടി വന്ന ഒരാൾക്ക് ടാക്സ് വന്ന ഇതാണ് അല്ലേ? ശരിയല്ലേ? ഈ 2 കോടിയിൽ അധികമായിട്ട് ഈ പറയുന്ന ആൾ ഏൺ ചെയ്ത എമൗണ്ട് എത്ര? 1,00,000 അല്ലേ? 2 കോടി 1,00,000 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഏൺ ചെയ്ത് 1,00,000 അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു 2 കോടി വരുന്ന ഒരാൾക്ക് വരുന്ന ടാക്സ് 66,84,375 ആണ്. 2 കോടി 1,00,000 ഏൺ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ അഡീഷണലി ഏൺ ചെയ്തിട്ടുള്ള 1,00,000 ഇയാൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ അഡീഷണലി ഏൺ ചെയ്തിട്ടുള്ള 1,00,000 മൊത്തം കൊടുക്കേണ്ടി വരും, അതിൻ്റെ അപ്പുറത്ത് കൊടുക്കണ്ട. അപ്പോൾ മാർജിൻ റിലീഫ് ഒക്കെ കുറച്ചതിന് ശേഷം ഇയാൾക്ക് വന്ന എമൗണ്ട് എത്ര നോക്കിയാൽ 67,84,375. ഇതെന്ന് പറഞ്ഞാൽ ഈ 2 എമൗണ്ടിനും അഡീഷണൽ അല്ലേ? അതായത് 66,84,375. ഇതെന്താണ്? 2 കോടിക്ക് വന്ന ടാക്സ്. അതിൻ്റെ കൂടെ ഇയാൾക്ക് അഡീഷണലി കിട്ടിയ ഇൻകം 1,00,000 അത് മൊത്തമായിട്ട് ആഡ് ചെയ്തു. ആ അഡീഷണൽ കിട്ടിയ എമൗണ്ട് മൊത്തമായിട്ട് ടാക്സ് ആയിട്ട് കൊടുത്തു. അതാണ് 67,84,375. ക്ലിയർ ആണോ? അപ്പോൾ ഇത് സിമ്പിൾ സാധനമാണ്. ആക്ച്വലി ഇതിൻ്റെ കോൺസെപ്റ്റ് വളരെ ലോജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്.
കമ്പ്യൂട്ടേഷൻ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിൽ ചോദിക്കുമ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസിലേക്ക് വരുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ടോട്ടൽ ഇൻകം നമ്മൾ സാധാരണ ചോദിക്കുന്ന ടാക്സ് ലയബിലിറ്റി ക്വസ്റ്റൻസ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, കുറവാണ്. മാർജിനൽ മറ്റേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസിൽ ഒരു 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് മാർജിനൽ റിലീഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തണം. ഇപ്പോൾ 2 crore 1 lakh നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2 crore 2 lakhന് മാർജിൻ റിലീഫ് വരുമോ നോക്കണം, 2 crore 3 lakhന് മാർജിൻ റിലീഫ് വരുമോ നോക്കണം കേട്ടോ. ഈ 2 സാധനം നിങ്ങളൊന്ന് ജസ്റ്റ് എന്താ പറയുക വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കാം. വീട്ടിൽ തന്നെ ഉള്ളത് എന്നാലും വീട്ടിൽ നിന്നിട്ട് ചെയ്ത് നോക്കാം. ഹോംവർക്ക് പോലെ 2 കോടി 2 ലക്ഷം വന്നാൽ എത്ര മാർജിൻ റിലീഫ് കിട്ടും, 2 കോടി 3 ലക്ഷം വന്നാൽ മാർജിൻ റിലീഫ് എത്ര കിട്ടും, അത് നോക്കുക. അപ്പോൾ മിക്കവാറും കേസിൽ 2 കോടി 3 ലക്ഷത്തിൽ മാർജിൻ റിലീഫ് കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ, ചെക്ക് ചെയ്യണത്. ഓക്കെ, ഏതായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഒരെണ്ണം കൂടി തരാം, അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി തരാം. 2 കോടി 5 ലക്ഷം അതുകൂടി നോക്കിക്കോ. 2 കോടി 5 ലക്ഷം ഇൻകം ഉള്ള ആൾക്ക് മാർജിൻ റിലീഫ് കിട്ടില്ല എന്നുള്ളത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വരണമെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സർചാർജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വിട്ടുപോയി. സർചാർജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നമുക്ക് അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ഓക്കെ, അപ്പോൾ നോക്കാം ക്വസ്റ്റ്യൻ നോക്കട്ടെ. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ പോൾസൺ. ആൾക്ക് 82 വയസ്സുണ്ട് കേട്ടോ, 82 years. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് 16 lakh, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 17 lakh, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 20 lakh, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് 3 lakh, ഡിഡക്ഷൻ 2 lakh, അഡ്വാൻസ് ടാക്സ് 10 lakh, TDS 2,50,000. അപ്പോൾ ഇതിന് ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇതിന് മാത്രമേ ഉള്ളൂ, ഇതിന് മാത്രമേ ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആവുള്ളൂ, ബാക്കിയൊക്കെ സ്ലാബ് റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇൻകം അധികം ആളാണ്, അപ്പോൾ അതിന് സർചാർജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എത്ര സർചാർജ് വരുന്നതാണ് നോക്കേണ്ടത്. സർചാർജ് അല്ല, സോറി, എത്ര ടാക്സ് ലയബിലിറ്റി വരുന്നതാണ് നോക്കേണ്ടത് ഫൈനലി. ഓക്കെ, ഇത് മാർജിൻ റിലീഫിൻ്റെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, സർചാർജും കൂടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്യാൻ വിട്ടുപോയി. ഇതുകൂടി കഴിഞ്ഞിട്ടാണ് ശരിക്കും മാർജിൻ റിലീഫ് ചെയ്യാറ്, പക്ഷേ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഓൾ റെജിമിലും നോ റെജിമിലും ചെയ്യാം, പോസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. നെയിം ഓഫ് ദി അസസി ഇറക്കി എഴുതണം, നെയിം ഓഫ് ദി അസസി എഴുതാം, പ്രീവിയസ് ഇയർ എഴുതാം, അസസ്മെൻറ്റ് ഇയർ എഴുതാം. ഓക്കെ, അത് എഴുതാം. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. particulars amount. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഓർഡർ ചെയ്തേ, അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ആദ്യം തന്നെ ഞാൻ ഷോർട്ടാക്കി തന്നെ ഞങ്ങൾ ഫുള്ളാക്കി തന്നെ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ്, 3 ക്യാപിറ്റൽ ഗെയിൻ. ഏതാ ക്യാപിറ്റൽ ഗെയിൻ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് ഒന്ന്, വെറും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ്. ഓക്കെ, അപ്പോൾ എത്ര? 17 lakh, 16 lakh, 20 lakh, 3 lakh. 17 lakh, 16 lakh, 20 lakh, 3 lakh. അപ്പോൾ ഗ്രോസ് ടോട്ടലിംഗ് എത്ര? ഗ്രോസ് ടോട്ടൽ ഇൻകം 17, 33, 53, 56 മൈനസ് ഡിഡക്ഷൻ 2 lakh. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം 54 lakh. അപ്പോൾ ടോട്ടൽ ഇൻകം 54 lakhൻ്റെ മുകളിൽ പോയാലും എന്ത് വരും? സർചാർജ് വരും. ഓക്കെ, ഇനി ടാക്സ് ലയബിലിറ്റി വേണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫ്ലാറ്റ് റേറ്റ്. ഫ്ലാറ്റ് റേറ്റിൽ ഏതാ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ്. അതെത്ര? 3 lakh അല്ലേ? 3 lakh ഇൻറ്റു 15% 45,000. സ്ലാബ് റേറ്റ്. സ്ലാബ് റേറ്റ് എത്ര? 54 lakh ആണ് ടോട്ടൽ ഇൻകം, മൈനസ് 3 lakh. അപ്പോൾ എത്ര? 51 lakh. ഓക്കെ, അപ് ടു ഇയാളെ എന്താണ് സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ് കേട്ടോ. അപ്പോൾ അപ് ടു 10 lakh എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അപ് ടു 10 lakh ശരിക്കും 1 lakh വരുള്ളൂ. ഞാനപ്പോൾ കൺഫ്യൂഷൻ വരാൻ ഫുള്ളാക്കി എഴുതുന്നത്. അപ് ടു 5 lakh ആൾക്ക് 0 ആണ് അല്ലേ? കാരണം എന്താ? ബേസിക് എക്സംഷൻ ലിമിറ്റ് 5 lakh വരെ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് 5 lakh, 5 lakh ഇൻറ്റു 10%, സോറി 20%, 1 lakh. ബാലൻസ് എത്ര ഉണ്ട്? 51 lakhൽ ബാലൻസ് 41 lakh. 41 lakh ഇൻറ്റു 30%, അപ്പോൾ 12 lakh 30,000. അപ്പോൾ ടോട്ടൽ 13 lakh 30,000. ഇതുകൂടി കൂട്ടിയാൽ 13 lakh 75,000 അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സർചാർജ് ഉണ്ട്. ആഡ് സർചാർജ്.
എത്ര സർചാർജ് 10% ഇൻറ്റു 13,000 അതായത് 1,37,500. അപ്പോൾ എത്ര വരിക? 15,12,500 വരും അല്ലേ? ക്ലിയർ? ഇനി ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്രയാണ്? 4% ഇൻറ്റു 15,12,500. അപ്പോൾ 60,500. അപ്പോൾ എത്രയായി? 15,73,000. ഓക്കെ. ഇനി എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? പ്രീപെയ്ഡ് ടാക്സ് ഇല്ലേ? പ്രീപെയ്ഡ് ടാക്സ്, അഡ്വാൻസ് ടാക്സ് 10 lakh, TDS 2,50,000. അഡ്വാൻസ് ടാക്സ് 10 lakh. അപ്പോൾ ആഡ് ആഡല്ല എന്താണ്? ലെസ് ആണ്. പ്രീപെയ്ഡ് ടാക്സസ്, അഡ്വാൻസ് ടാക്സ്, TDS. അഡ്വാൻസ് ടാക്സ് 10 lakh, TDS 2,50,000 അല്ലേ? 10 lakh 2,50,000 അല്ലേ? അതെ. അപ്പോൾ 12,50,000. ഇപ്പോൾ ബാലൻസ് ടാക്സ് എത്ര? 15,73,000 നിന്ന് 12,50,000 കുറഞ്ഞാൽ 3,23,000. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ 3,23,000 ആണ് ആൾക്ക് ടാക്സ് വരിക. ഇനി ഇതേ സംഭവം ന്യൂ റെജീമിൽ നോക്കാം. ന്യൂ റെജീമിൽ നോക്കാം. ന്യൂ റെജീം ആകുമ്പോൾ എന്താ വ്യത്യാസം? ന്യൂ റെജീം ആകുമ്പോൾ 56 lakh ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിഡക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഇൻകം എന്നുള്ളതും 56 lakh ആയിരിക്കും. ഓക്കെ. ഫ്ലാറ്റ് ടാക്സിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഫ്ലാറ്റ് ടാക്സ് 45,000 തന്നെ. ഓക്കെ. സ്ലാബിൽ വ്യത്യാസം ഉണ്ടാകും. ശരിയല്ലേ? സ്ലാബിൽ നമുക്കറിയാം സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകം പരിഗണനതും ന്യൂ റെജീമിലില്ല. ഓക്കെ. അപ്പോൾ സ്ലാബ് ഇൻകം എത്രയാണ്? സ്ലാബ് ഇൻകം 56 lakh നിന്ന്, ശ്രദ്ധിക്കണം, 56 lakh ആണ്. കാരണം ഇവിടെ ഡിഡക്ഷൻ ഇല്ല. 56 lakh നിന്ന് 3 lakh പോയാൽ ബാക്കി 53 lakh ആണ് സ്ലാബ് ഇൻകം വരിക കേട്ടോ. സ്ലാബ് ഇൻകം. ഓക്കെ. അപ്പോൾ അപ് ടു 50 lakh 1,50,000 ആണ് ഞാൻ ഡയറക്റ്റ് ആക്കി ചെയ്തത്. അപ് ടു 3 lakh ഒന്നുമില്ല, 0 ആണ്. നെക്സ്റ്റ് 3 lakh ഇൻറ്റു 5%. നെക്സ്റ്റ് 3 lakh ഇൻറ്റു 10%. നെക്സ്റ്റ് 3 lakh ഇൻറ്റു 15%. നെക്സ്റ്റ് 3 lakh ഇൻറ്റു 20%. ഇപ്പോൾ എത്രയായി? 15 ലക്ഷമായി അല്ലേ? 53 lakh 15 ലക്ഷം തരും. ബാക്കി എത്ര ഉണ്ട്? 38 ലക്ഷം ഉണ്ട്. 38 ലക്ഷത്തിൻ്റെ 30%. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇത് 0 ഞാൻ തൽക്കാലം ഇവിടെ തന്നെ എഴുതാണ്. 15,000 വേണ്ടല്ലോ, എനിക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ എഴുതാം 45,000 കുറച്ച് പുറത്ത് എഴുതാം. 45,000. ഓക്കെ. 45,000. ഇത് 15,000, 30,000, 45,000, 60,000. 38 into 3 എത്ര? 38, 76, 24, 140. 140. 11,40,000. ഓക്കെ. അപ്പോൾ 11,40,000 പ്ലസ് 1,50,000. അപ്പോൾ 12,90,000. ഓക്കെ. ശരിയല്ലേ? ഓക്കെ. 12,90,000 രണ്ടും കൂടി ആഡ് ചെയ്താലോ? 13,35,000 പ്ലസ് സർചാർജ് 10%, 1,33,500. ഇപ്പോൾ എത്ര? 500, 68, 14. അപ്പോൾ 14,68,500. ഓക്കെ. പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. അപ്പോൾ 14,68,500 ഇൻറ്റു 4%. എത്രയാണ്? 58,740. ഓക്കെ. അപ്പോൾ എത്ര ടോട്ടൽ? 15,27,240. ഓക്കെ. മൈനസ് പ്രീപെയ്ഡ് ടാക്സ് എത്രയാണ്? 12,50,000 അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയായി? 2,77,240. ഓക്കെ. അപ്പോൾ ന്യൂ റെജീമിൽ തന്നെയാണ് അപ്പോഴും ലാഭം ഞാൻ പറയാൻ കാരണം ഓൾഡ് റെജീമിലാകുമ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ 5 lakh വരെ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട് അല്ലേ? പക്ഷേ ന്യൂ റെജീമിലാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. 3 lakh വരെ തന്നെ എല്ലാവർക്കും ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉള്ളൂ. എന്നിട്ട് പോലും ഡിഡക്ഷൻ ഒന്നും കിട്ടാണ്ടും ഏതാ ലാഭം? ഈ കേസിൽ ഏതാ ലാഭം? ന്യൂ റെജീമാണ് ലാഭം. ഓക്കെ. ക്ലിയർ? ഓക്കെ. Okay. Is the margin relief. Now, objective of margin relief is to ensure that the excess tax due to surcharge is not more than excess income earned. Okay. We will പിന്നെ നമുക്കൊരു 2 സെക്ഷൻ ഉണ്ട്. റൗണ്ടിങ് ഓഫ് ചെയ്യുന്ന സെക്ഷൻ 2 സെക്ഷൻസ്. സെക്ഷൻ 288A-യും 288B-യും എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകമും അവസാനം നമ്മൾ വരുന്ന ബാലൻസ് ടാക്സ് പേബിളും നമ്മളത് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞാലേ. ഇപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ ഇൻകം നമ്മൾ നോക്കിയപ്പോൾ ഒരു
30,25,12,138 ഇങ്ങനെയാണ് വന്നത് വിചാരിച്ചു ടോട്ടൽ ഇൻകം. ഓക്കെ, നമ്മൾ ക്വസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ റൗണ്ട് ഫിഗർ നമ്മൾ ഇടണമല്ലോ, അങ്ങനെ ആക്ച്വലി അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകം അതേപോലെ തന്നെ ടാക്സബിലിറ്റി രണ്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇൻകം എത്രയായിട്ട് കാണിക്കാം, 30,25,12,138,140 കാണിക്കുക. അതാണ് നിയറസ്റ്റ് 10. ഓക്കെ, ഇനി ഇയാളുടെ ടാക്സ് ലാബിലിറ്റി നോക്കിയപ്പോൾ വന്നത് 1,80,323 വിചാരിച്ചോ. വെറുതെ എമൗണ്ട് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് 2 എത്ര വരിക, 1,80,320 നിയറസ്റ്റ് 10. ഓക്കെ, അപ്പോൾ 5 വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് വെക്കുക, 5ന്റെ മുകളിൽ പോകുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അതാണ് നിയറസ്റ്റ് 10 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ അതാണ് മാർജിൻ റിലീഫ്. അപ്പോൾ സർചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മാർജിൻ റിലീഫ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഒരു സെപ്പറേറ്റ് സംഭവം, എന്താ പറയുക, വേറൊരു പോയിന്റ് ആണ്, ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ പോയിന്റ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സാധാരണ ഒരാൾ ഓൾഡ് റെജീമിൽ ഓക്കെ, ഇപ്പോൾ ഓൾഡ് റെജീമിൽ ഓൾഡ് റെജീമിലെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്ര? ഓൾഡ് റെജീമിലെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? ഓൾഡ് റെജീമിലെ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉള്ളത് 2,50,000 ആണ്. 2,50,000 ആണ്. ഓക്കെ, ഇപ്പോൾ ഒരാളുടെ ഇൻകം ഓക്കെ, അപ്പോൾ മിസ്റ്റർ എക്സ് ഇയാളുടെ ഇയാൾക്ക് ഇൻകം ഫ്രം സാലറി ഉണ്ട്. അതാകെ 1,80,000 ഉള്ളൂ. 80,000 1,80,000 ആണ് ഇയാളുടെ ഇൻകം ഫ്രം സാലറി. ഇയാൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് ഉണ്ട്. അതൊരു 1,50,000 ഉണ്ട്. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് 1,50,000 ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ആക്ച്വലി എത്രയേ ഉള്ളൂ? 3,30,000 ആണ് ഇയാളുടെ ആക്ച്വൽ ഇൻകം അല്ലേ? ശരിയല്ലേ? വേറെ ഡിഡക്ഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ടാക്സ് ലാബിലിറ്റി നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ടാക്സ് ലാബിലിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഫ്ലാറ്റ് റേറ്റ് എടുത്തിട്ട് 1,50,000 അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് അല്ലേ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് അല്ലേ? 1,50,000 ഇൻറ്റു 15% ഇങ്ങനെയുള്ള നമ്മൾ ചെയ്യാം അല്ലേ? 1,50,000 ഇൻറ്റു 15% ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻകം ഫ്രം സാലറി ആയിട്ട് ആകെ ഉള്ള എത്ര? 1,80,000 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻകത്തിൽ സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഈ 1,80,000 ഉള്ളൂ. സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ആകെ 1,80,000 ആണുള്ളത് അല്ലേ? അപ്പോൾ സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിനാണ് നോർമലി എന്ത് കിട്ടുക? നമുക്ക് ബേസിക് എക്സംഷൻ കിട്ടുക, ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടുക അല്ലേ? ഫ്ലാറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിന് എന്താ സവിശേഷത എന്താണ്? ഫ്ലാറ്റ് അപ്ലിക്കബിൾ ആകുന്നത് പറഞ്ഞാൽ അങ്ങനെ ബേസിക് എക്സംഷനോ കാര്യങ്ങളൊന്നുമില്ല. എത്ര എമൗണ്ട് ആണോ നമ്മൾ ഏൺ ചെയ്യുന്നത് അത്രയും നമ്മൾ ടാക്സ്, അതിന്മേൽ നമ്മൾ എന്താണ് അപ്ലിക്കബിൾ റേറ്റ് അത് നമ്മൾ ടാക്സ് കൊടുക്കണം. അതാണ് ഈ ഫ്ലാറ്റ് റേറ്റിന്റെ പ്രത്യേകത. പക്ഷേ നിങ്ങൾ നോക്കി നോക്കിയേ, ഈ ആൾക്ക്, ഈ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ആൾക്ക് ആകെ 3,30,000 ഉള്ളൂ അല്ലേ? ആകെ 3,30,000 ടാക്സ് ആണ് ഇയാൾക്കുള്ളൂ. സോറി, റവന്യൂ ആണ് ഇയാൾക്കുള്ളൂ. ആകെ 3,30,000 ആണ് ആകെ ഇയാൾക്കുള്ള ഇൻകം. അപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വർഷത്തിൽ കിട്ടിയിട്ടുള്ള ആകെ വരുമാനം 3,30,000 അല്ലേ? അപ്പോൾ ഇത് ഇയാൾ ഈ 1,50,000 അയാൾക്ക് റിബേറ്റ് ആകുന്ന സംഭവം ഞാൻ പറയുന്നില്ല, അതൊക്കെ അയാൾക്ക് കിട്ടും. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ 1,50,000 ഇയാൾ ടാക്സ് കൊടുക്കാൻ നിൽക്കണ്ടേ? ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള പുതിയ സെക്ഷൻ വന്നു. പുതിയ 2-3 വർഷം മുന്നേ പുതിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നോക്ക്, ഇയാൾക്ക് സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ആ ടാക്സ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം എന്ന് പറഞ്ഞാൽ 1,80,000 ആണ് അല്ലേ? അപ്പോൾ സ്ലാബ് പ്രകാരം സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2,50,000 വരെ എന്തുണ്ട്? ബേസിക് എക്സംഷൻ ഉണ്ടല്ലോ. 2,50,000 വരെ ബേസിക് എക്സംഷൻ ഉണ്ട്. പക്ഷേ ഇയാൾക്ക് ആകെ ഇൻകം ഫ്രം സാലറി 1,80,000 ഉള്ളൂ. പിന്നെ ഉള്ളതാണെങ്കിലോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് ആണ്, അത് ഫ്ലാറ്റ് ആണ്. അപ്പോൾ നോർമലി അതിന്റെ അഗേൻസ്റ്റ് നമുക്ക് ബേസിക് എക്സംഷൻ ഒന്നും കിട്ടില്ല. പക്ഷേ ഒരാൾക്ക്, ഞാൻ പറയാൻ ശ്രദ്ധിക്കണം, ഒരാൾക്ക് അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ, അതാണ് ഒരാൾക്ക് അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ഉണ്ടെങ്കിൽ. എന്താണ് ഈ അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ? നോർമലി നമുക്ക് സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകംസിലാണ് ബേസിക് എക്സംഷൻ ഉണ്ടാവുക. നമ്മളുടെ ഈ എക്സാമ്പിളിൽ 1,80,000 മാത്രമാണ് സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകമുള്ളൂ. അപ്പോൾ അത് അയാൾക്ക് ബേസിക് എക്സംഷൻ കിട്ടും, അതിന് ടാക്സ് ഒന്നും വരില്ല. പക്ഷേ എന്നാലും ഒരു 70,000 രൂപ കൂടി ഇയാൾക്ക് ബേസിക് എക്സംഷൻ കിട്ടാനുള്ള സ്കോപ്പില്ലേ? കാരണം 2,50,000 വരെ ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടുമല്ലോ. പക്ഷേ 1,80,000 മാത്രമേ ഇയാൾക്ക് സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകമുള്ളൂ. അപ്പോൾ ബാക്കി 70,000 വെറുതെ വേസ്റ്റഡ് ആവൂലേ? അങ്ങനെ വേസ്റ്റഡ് ആക്കണ്ട. ബാക്കിയുള്ള 70,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകംസിന് എഗെയിൻസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഫ്ലാറ്റ് റേറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് 1,00,000 അതിന്റെ 15%. എന്നിട്ട് നമ്മൾ എഴുതും സ്ലാബ് റേറ്റ് ഉള്ളത് 3,30,000 മൈനസ് 1,50,000, അതായത് 1,80,000, 1,80,000 ഉണ്ട്. ഓക്കെ, 1,80,000 ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അപ് ടു 2.5 lakh ഇത് ബേസിക് എക്സംഷൻ ടാക്സ് ഒന്നും വരില്ല അല്ലേ? 15 × 15 എത്ര?
225 അല്ലേ? ഓക്കെ 225. അപ്പോൾ 22,500 ഇവിടെ ടാക്സ് വരിക. പക്ഷേ ഇങ്ങനെ നോക്കണ്ട, ഇങ്ങനെ നോക്കുന്നത് തെറ്റാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു 70,000 ഉണ്ടല്ലോ. 70,000 എന്താ 70,000? നമുക്ക് കിട്ടുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് 2 ലക്ഷം. ആ 2 ലക്ഷത്തിൽ നിന്ന് നമുക്ക് ആകെ സ്ലാബിംഗ് എത്ര ഉള്ളൂ? 1,80,000 ഉള്ളൂ. അപ്പോൾ ആ 1,80,000 കുറച്ചാലും അത് ഉപയോഗിച്ചാലും പിന്നെ നമുക്കൊരു 70,000 ബേസിക് എക്സംഷൻ ലിമിറ്റ് ബാക്കിയില്ലേ? അത് നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് ഇൻകത്തിന് അഗേൻസ്റ്റ് എടുക്കാം. ഫ്ലാറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിന് അഗേൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകം നോക്കണം. സ്ലാബ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിന് അഗേൻസ്റ്റ് ഇത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലാറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിന് അഗേൻസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാട്ടോ. എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ടാക്സ് ലാബിലിറ്റി നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ടാക്സ് ലാബിലിറ്റി നോക്കുന്ന സമയത്ത് ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് എന്നൊക്കെ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം? 1.5 ലക്ഷത്തിൽ നിന്ന് എത്ര 70,000 70,000 കുറക്കാം. അപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ? ആകെ 80,000 ഉള്ളൂ അല്ലേ? ഈ 80,000ന്റെ 15% ടാക്സ് വരുള്ളൂ. എന്ന് പറഞ്ഞാൽ 12,000 ആണ് ടാക്സ് വരിക. മനസ്സിലായോ? സ്ലാബ് റേറ്റ് ഉള്ള കേസുകളിൽ എന്ത് വരില്ല? ഓൾറെഡി നമുക്ക് 1.8 ലാക്ക് ആകെ 1.8 ലാക്കുള്ളൂ, 1,80,000 ഉള്ളതുകൊണ്ട് അതും ഇല്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആകെ 12,000 ആയിരിക്കും ഇയാൾക്ക് ടാക്സ് വരിക. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള സ്ലാബ് ഇൻകത്തിന് അഗേൻസ്റ്റ് മാത്രം നമുക്ക് കിട്ടാവുന്ന സാധനമാണ് ശരിക്കും ബേസിക് എക്സംഷൻ. പക്ഷേ എന്താണ് ഈ ബേസിക് എക്സംഷൻ എന്നുള്ളത്? സ്ലാബ് സ്ലാബ് ഇൻകത്തിന് അഗേൻസ്റ്റ് ഉപയോഗിക്കാൻ മാത്രം ഇൻകം നമുക്ക് സ്ലാബിൽ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അൺയൂട്ടിലൈസ്ഡ് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റുള്ള ഫ്ലാറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിന് അഗേൻസ്റ്റ് നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. അനദർ എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2 ലാക്ക് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2 ലാക്ക് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 ലാക്ക് ഉണ്ട്. ഓക്കെ, ഇയാൾക്ക് എങ്ങനെ നമ്മൾ ടാക്സ് നോക്കുക? ഇവിടെ എത്ര അൺയൂട്ടിലൈസ്ഡ്? ഇതിലിപ്പോൾ ഫ്ലാറ്റ് സ്ലാബ് അപ്ലിക്കബിൾ ആകുന്നത് ഈ 2 ലാക്കാണ് അല്ലേ? ആക്ച്വലി നമുക്ക് എത്ര കിട്ടും? 2,50,000 കിട്ടും അല്ലേ? അപ്പോൾ അൺയൂട്ടിലൈസ്ഡ് എത്രയാണ്? അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ഉള്ളത് 50,000 ആണ്. അപ്പോൾ 50,000 നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കുറക്കാൻ പറ്റും. അപ്പോൾ ടാക്സ് ലയബിലിറ്റി നോക്കുമ്പോൾ ഫ്ലാറ്റ് റേറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 ലാക്ക് ഉണ്ട് മൈനസ് 50,000. ബാക്കി എത്ര? 1,50,000 അല്ലേ? അപ്പോൾ 1,50,000ന്റെ 20% അതായത് 30,000 ആണ് ടാക്സ് വരിക. രണ്ടാമത്തത് സ്ലാബ് റേറ്റ് ആകുള്ളത് 4 ലാക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ 4 ലാക്ക് മൈനസ് 2 ലാക്ക് ബാലൻസ് എത്ര? 2 ലാക്കേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ടാക്സ് വരില്ല. അപ്പോൾ ആകെ 30,000. ഓക്കെ, ശരിക്കും നോക്കുമ്പോൾ ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 ലാക്ക് ഉണ്ട്. ആ 2 ലാക്കിൻ്റെ 20% 40,000 ആണ് ശരിക്കും ടാക്സ് വരുന്നത് അല്ലേ? 2 ലാക്കിൻ്റെ 20% 40,000 ആണ് ശരിക്കും ടാക്സ് വരുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള 50,000 നമുക്ക് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത എക്സാമ്പിൾ കൂടി പറയാം. അടുത്ത എക്സാമ്പിൾ ഇപ്പോൾ ടോട്ടൽ ഇൻകം നോക്കുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 3 ലാക്ക്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 ലാക്ക്. ഇവിടെ അങ്ങനത്തെ സിനാരി ഉണ്ടോ? ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം എന്താ? ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെ 3 ലാക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2,50,000 നമുക്ക് മൊത്തം ഈ 3 ലാക്കിന് അഗേൻസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺയൂട്ടിലൈസ്ഡ് ഒന്നുമില്ല. അതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 ലാക്ക് മുതൽ ടാക്സ് വരും. അപ്പോൾ ഫ്ലാറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 ലാക്ക് ഇൻറ്റു 20% എത്ര? 40,000. ഓക്കെ, സ്ലാബ് 5 ലാക്ക് അല്ലേ? 5 ലാക്ക് മൈനസ് 2 ലാക്ക് അതായത് 3 ലാക്ക്. അപ്പോൾ ഇവിടെ അപ് ടു 2.5 ലാക്ക് 0, ബാക്കി 50,000 ഇൻറ്റു 5% 2,500 42,500. ഇനി റിബേറ്റ് ഒക്കെ കിട്ടും. ഓക്കെ, റിബേറ്റ് ഒക്കെ കിട്ടും. റിബേറ്റ് കിട്ടില്ല. കാരണം എന്താ? ടോട്ടൽ ഇൻകം 5 ലാക്കല്ലേ ഉള്ളൂ. ടോട്ടൽ ഇൻകം 5 ലാക്കേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ബേസിക് എക്സംഷനിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിന് അഗേൻസ്റ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നതാണ് പറയുന്നത് ചുരുക്കം. പക്ഷേ എക്സെപ്റ്റ് വിന്നിങ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വിന്നിങ്സിന്റെ അഗേൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഏതിന് അഗേൻസ്റ്റ് പറ്റുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾ ഫ്ലാറ്റ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഫ്ലാറ്റ് റേറ്റ് ക്യാപിറ്റൽ ഗെയിൻ അഗേൻസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനുള്ള ഫ്ലാറ്റ് റേറ്റ്സിന് മാത്രം അഗേൻസ്റ്റ് നമുക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനദർ എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് ഇൻകം ഫ്രം ബിസിനസ് 1.5 ലക്ഷം പ്രോഫിറ്റ്, വിന്നിങ്സ് 3 ലക്ഷം. 1.5 ലക്ഷം പ്രോഫിറ്റ് ബിസിനസ്സിൽ നിന്നുണ്ട്, വിന്നിങ്സ് എന്താണ്? 3 ലക്ഷം ഉണ്ട്. ഇയാൾക്ക് എന്താണ്? ബേസിക് എക്സംഷൻ ലിമിറ്റ് ശരിക്കും അൺയൂട്ടിലൈസ്ഡ് ഉണ്ട് അല്ലേ? അൺയൂട്ടിലൈസ്ഡ് എത്ര? 1 ലക്ഷം അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ട്. പക്ഷെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്ലാറ്റ് എത്ര? ഫ്ലാറ്റ് വിന്നിങ്സ് 3 ലാക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് 30% ടാക്സ് വരും, 90,000. ഓക്കെ, സ്ലാബ് എന്താ? 1,50,000 ഉള്ളൂ. ടോട്ടൽ എത്രയാണ്? 4,50,000. 4,50,000 നിന്ന് 1,50,000 കുറഞ്ഞാൽ ബാക്കി 3 ലാക്ക് കുറഞ്ഞാൽ ബാക്കി 1,50,000. അപ്പോൾ ഇതിന് ടാക്സ് ഒന്നും വരില്ല. 90,000. ഞങ്ങൾക്ക് റിബേറ്റ് കിട്ടും. റിബേറ്റ് ഒക്കെ കിട്ടും.
റിബേറ്റ് ഒക്കെ കിട്ടും. കാരണം ഇയാൾക്ക് ആകെ എത്ര ഉള്ളൂ, 4 ലക്ഷം ഉള്ളൂ. റിബേറ്റ് ഒക്കെ ആൾക്ക് മാക്സിമം എത്ര 12,500 കിട്ടും. അപ്പോൾ ബാക്കി 77,500 പിന്നെ പ്ലസ് സെസ്സും വരും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞ പോയിന്റ് അതാണ്. അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകംസിന് അഗേൻസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സെപ്റ്റ് ഫോർ വിന്നിങ്സിന് അഗേൻസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അതാണ് ഈ പോയിന്റ് കേട്ടോ. ഓക്കെ. കേസ് വേർ ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്യാൻ ബി ക്ലെയിംഡ് അഗേൻസ്റ്റ് ഫ്ലാറ്റ് റേറ്റ് ഇൻകംസ്. ഓക്കെ. അപ്പോൾ എന്താ കണ്ടീഷൻ? ഒരു കണ്ടീഷൻ ഉള്ളത് റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. റെസിഡന്റ് ഇൻഡിവിജ്വൽസിനും റെസിഡന്റ് HUF മാത്രമേ പറ്റുള്ളൂ. റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും റെസിഡന്റ് ആയിട്ടുള്ള HUF മാത്രമേ ഈ ആനുകൂല്യമുള്ളൂ. AOP BOI അവർക്കൊന്നും ഇതില്ല. ഓക്കെ. ഇനി എന്താണ് ടോട്ടൽ ഇൻകം മൈനസ് എനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111 എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകംസ് ഇതൊക്കെ ക്യാപിറ്റൽ ഗെയിനിൽ എനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാപിറ്റൽ ഗെയിനും ഫ്ലാറ്റ് റേറ്റ് ആണ്. അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്ലാറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഫ്ലാറ്റ് റേറ്റ് ആണ് എന്ത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A. അപ്പോൾ അത് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ താഴെ ആയിരിക്കണം. Excess long term capital gain or short term capital gain under section 111A after adjustment will be taxed at the applicable rate. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേസിക് അൺയൂട്ടിലൈസ്ഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കുറച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ട് അതാത് റേറ്റിലാണ്, അതായത് അതാത് ഫ്ലാറ്റ് റേറ്റിലാണ് ടാക്സ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ ബാക്കിയുള്ളത് എത്രയായിരുന്നു, 50,000 ആയിരുന്നു. ആ 50,000 നമ്മൾ കുറച്ചിവിടെ, എന്നിട്ട് ബാക്കി 1,50,000 അതിൻ്റെ അപ്ലിക്കബിൾ റേറ്റ് 20% നമ്മൾ ടാക്സ് ചാർജ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ആ റിബേറ്റിൻ്റെ എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് ചില എക്സാമ്പിൾസ് നമ്മളിങ്ങനെ സ്ലാബ് ഇൻകംസ് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. നമ്മൾ അവിടുത്തെ എക്സാമ്പിൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ഇപ്പോൾ ഈ സംഭവം കണ്ടല്ലോ, ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ റിബേറ്റിന് വേണ്ടി ചെയ്തല്ലോ. റിബേറ്റിൻ്റെ കേസിലൊക്കെ ഇൻകം ഫ്രം സാലറി 2 lakh ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് റേറ്റ് സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ഇൻകംസ് ഒക്കെ 2 lakh ഉള്ളൂ. അവിടെ 50,000 അൺയൂട്ടിലൈസ്ഡ് ഉണ്ട്. ആ 50,000 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ടിൽ നിന്നൊക്കെ നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തത് പിന്നെ ഈ റിബേറ്റ് എങ്ങനെ എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഫോക്കസ് അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ് ബാക്കിയുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി ശരിക്കും നോക്കുമ്പോൾ എന്താണ് 50,000 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. ഇതൊക്കെ ഓക്കെയാണ്. ഇവിടെ ആ പ്രശ്നമുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആകെ 1 lakh ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഫ്ലാറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ ബാക്കി ശരിക്കും 1.5 ലക്ഷം. ഈ ഇൻട്രസ്റ്റിംഗ് 1 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി 1.5 ലക്ഷം ഉണ്ടല്ലോ, അൺയൂട്ടിലൈസ്ഡ് ആണ്. ഈ 1.5 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും പറയുമ്പോൾ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111 കുറക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇവിടെ 3 lakh എടുത്തില്ലേ, ഇവിടെ ശരിക്കും 3 lakh എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1.5 ലക്ഷം എടുത്താൽ മതി. 1.5 ലക്ഷത്തിൻ്റെ 15% ടാക്സ് നോക്കിയാൽ മതി, എന്നിട്ട് റിബേറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ റിബേറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എന്തിൽ ആ കാര്യം ശ്രദ്ധിച്ചില്ല, അത് ശ്രദ്ധിക്കണം. ഓക്കെ. റിബേറ്റിന് വേണ്ടി നമ്മൾ ഈ എക്സാമ്പിൾ ചെയ്തത്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ സംഭവം കൂടി ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം 1 lakh എന്നുള്ളടത്ത് വേറെ സ്ലാബ് ഇൻകം ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം 1,50,000 അവിടെ എന്താണ് അൺയൂട്ടിലൈസ്ഡ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 1,50,000 നമുക്ക് ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111 കുറക്കാം. അപ്പോൾ ആക്ച്വലി ഈ 3 lakh നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 1,50,000 × 15% ശരിക്ക് ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൽ ആ എക്സാമ്പിൾ ഇവിടെ പ്രശ്നമില്ല. ഓക്കെ. ഇവിടെ അങ്ങനെ ഉണ്ട്. ഇവിടെ ഒരു 50,000 എക്സസ് ഉണ്ട്, മീൻസ് അൺയൂട്ടിലൈസ്ഡ് ഉണ്ട്. അപ്പോൾ അതും കുറക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഓൾഡും ന്യൂ ആയി എന്നുള്ളൂ. ഓക്കെ. ഇതൊക്കെ നോക്കണം കേട്ടോ. ഈ എക്സാമ്പിൾ ഇവിടെ അൺയൂട്ടിലൈസ്ഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അത് ചെക്ക് ചെയ്യണം. റിബേറ്റിൻ്റെ എക്സാമ്പിൾസ് ഓക്കെ. റിബേറ്റിൻ്റെ എക്സാമ്പിൾസിൽ എക്സാമ്പിൾ നമ്പർ 2 അതിലാണോ എന്നുള്ളത് ഈ ഇഷ്യൂ. അതേപോലെ അതിനൊക്കെ നമുക്കൊരു നമ്പർ ഇട്ടുണ്ടാവും. ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ ഇതിൽ പ്രശ്നമുണ്ട്, ഇതിലും ആ പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഇവിടെ ഓക്കെയാണ്. ഓക്കെ. യെസ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, അതായത് സർചാർജ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരാളുടെ ഇൻകം ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക, ഈ ടേബിൾ ഉണ്ടല്ലോ, ഈ ജസ്റ്റ് ടേബിൾ ഒന്ന് നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സംഭവമാണ്. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? എല്ലാ ഹെഡ്സിലും ഇൻകം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് വല്ലതുണ്ടെങ്കിൽ അത് കുറക്കാൻ പറ്റും. പക്ഷേ ന്യൂ റെജീം ആകും കുറേ ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. ഓൾഡ് റെജീമിൽ എല്ലാ ഡിഡക്ഷൻസും കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഡിഡക്ഷൻസ് കുറച്ചാൽ ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. ഓക്കെ, ഈ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ലയബിലിറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലാറ്റ് റേറ്റും സ്ലാബ് റേറ്റും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം റിബേറ്റോ സർചാർജോ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ റിബേറ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? രണ്ട് രീതിയിൽ, ഓൾഡ് റെജീമിലും ന്യൂ റെജീമിലും. ഓൾഡ് റെജീമിൽ 5 lakh ആണ് ലിമിറ്റ്, പക്ഷേ ന്യൂ റെജീമിൽ 7 lakh ആണ് ലിമിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഓൾഡ് റെജീമിൽ 12,500 മാക്സിമം കിട്ടുക, പക്ഷേ ന്യൂ റെജീമിൽ 25,000 നമുക്ക് മാക്സിമം കിട്ടും. അപ്പോൾ റിബേറ്റിൽ തന്നെ 2-3 വെറൈറ്റീസ് നമ്മൾ പറഞ്ഞു. എന്താണ്? പിന്നെ മാക്സിമം ചിലപ്പോൾ ഫ്ലാറ്റ് റേറ്റ് ഒക്കെ അപ്ലിക്കബിൾ ആകുന്ന ഇൻകംസ് ഉണ്ടാകുമ്പോൾ എന്താ പറയുക, എമൗണ്ട് ടാക്സ്, വലിയ എമൗണ്ട് ടാക്സ് ഒക്കെ വരും. പക്ഷേ അവിടെ നമുക്ക് റിബേറ്റ് കിട്ടും. ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിന് ഉള്ളിലാണെങ്കിൽ. പക്ഷേ മാക്സിമം എത്ര കിട്ടുള്ളൂ? 12,500 കിട്ടുള്ളൂ. ഓൾഡ് റെജീം ആകുമ്പോൾ. ന്യൂ റെജീം ആകുമ്പോൾ 25,000 കിട്ടും. അതേപോലെ പറഞ്ഞത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A, അതായത് STT പേഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗേൻസ്റ്റ് റിബേറ്റ് നമ്മൾ ക്ലെയിം ചെയ്യാൻ പാടില്ല. പിന്നെ സർചാർജിൽ ഓൾഡ് റെജീമിലും ന്യൂ റെജീമിലും സർചാർജ് വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസമുള്ളൂ, 37% സർചാർജ് ന്യൂ റെജീമിൽ ഇല്ല. അപ്പോൾ 50 lakh വരെ ഉള്ളവർക്ക് സർചാർജ് ഇല്ല. 50 lakhന്റെ മുകളിൽ ടോട്ടൽ ഉള്ളവർക്കാണ് സർചാർജ് വരിക 10%. അതുപോലെ 1 crore മുകളിലായ 15, 2 crore മുകളിലായ 25. ഓൾഡ് റെജീം ആണെന്നുണ്ടെങ്കിൽ 5 crore മുകളിലായ 37%. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ പ്രശ്നം സംഭവിക്കുക? ഇപ്പോൾ ഈ ബോർഡർ 50 lakh, 1 crore, 2 crore, 5 crore ഇങ്ങനെയുള്ള ഈ ബോർഡർ എമൗണ്ടുകളുടെ തൊട്ട് മുകളിലുള്ള എമൗണ്ട് ഒക്കെ നമുക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് അഡീഷണലി കിട്ടിയിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ അഡീഷണൽ ടാക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് മാർജിനൽ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞത്. ഓക്കെ, യെസ്. പിന്നെ 5 മിനിറ്റ് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. എന്നിട്ട് 5 മിനിറ്റ്, ജസ്റ്റ് 5 മിനിറ്റ്. എന്നിട്ട് നമുക്ക് വീണ്ടും വേറെ ടോപ്പിക്ക് റീസ്റ്റാർട്ട് ചെയ്യാം.
അയാളുടെ കൃഷി ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന വരുമാനം. അപ്പോൾ എക്സംപ്റ്റിംഗ് സെക്ഷൻ 10 എന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്നത്, നെക്സ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വേറെ ചാപ്റ്റർ പറയുന്നില്ല, നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഇൻകം. അപ്പോൾ ഇൻകം ടാക്സിൽ എക്സംപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻകംസ് ഉണ്ട്. ഓക്കെ, ഇൻകം ടാക്സിൽ എക്സംപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻകംസ് ഉണ്ട്. ഇൻകം ടാക്സിലെ സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ഏതൊക്കെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ്, സെക്ഷൻ 10. അപ്പോൾ ആ സെക്ഷനിലെ ആദ്യത്തെ സെക്ഷൻ 10 സബ്സെക്ഷൻ 1, ആദ്യത്തെ സബ്സെക്ഷൻ പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളത് ഇൻകം ടാക്സിൽ എവിടെയും ടാക്സബിൾ ആയിട്ടുള്ളതല്ല. അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളത് ഇൻകം ടാക്സിൽ എവിടെയും ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം അല്ല. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കൃഷി ചെയ്തിട്ട് അയാൾ ആ ഉൽപ്പന്നങ്ങളൊക്കെ അയാൾ വിറ്റു, അതിൽ നാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് അയാളുടെ കൃഷി ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന വരുമാനത്തിന് അയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എക്സംപ്റ്റ് ഇൻകം. അപ്പോൾ എക്സംപ്റ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അത് ടോട്ടൽ ഇൻകത്തിൽ വരില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു ഹെഡിലും വരില്ല. ഇൻകം ഫ്രം ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏത് ഇൻകം ഫ്രം അതർ സോഴ്സിലോ അല്ലെങ്കിൽ ഒരു ഹെഡിലും അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കർഷകന് കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ഇൻകം ടാക്സബിൾ ആകില്ല. മനസ്സിലായില്ലേ? പക്ഷേ അത് ചെറിയൊരു ട്രാപ്പ് ഉണ്ട്. ഇൻ ദ സെൻസ് എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകത്തിനെ നമ്മളുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടേഷനിലേക്ക് ചെറിയ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതായത് അഗ്രികൾച്ചറൽ ഇൻകം ഉള്ള ഒരാൾ ഡയറക്ട്ലി അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി ചെറുതായിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാട്ടോ, ഇപ്പോൾ ഒരാൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, അതല്ലാണ്ട് മറ്റൊരു ഇൻകം ഉണ്ട് എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, അയാൾക്ക് അതോടൊപ്പം തന്നെ നോൺ അഗ്രികൾച്ചറൽ ഇൻകമും ഉണ്ട്. അതായത് കൃഷി അയാൾ ചെയ്തിട്ട് അതിൽ നിന്നും അയാൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. കൃഷി അല്ലാത്ത മറ്റൊരു ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സിൽ ടാക്സബിൾ ആയിട്ടുള്ള മറ്റൊരു ഇൻകം അയാൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് എന്താണ്, ഒരാൾ ഒരു ജോലിക്കാരനെന്ന് വിചാരിച്ചോ, ഒരു ജോലിക്കാരൻ. ഓക്കെ, ആൾക്കാരെങ്കിലും ഒരു ബിസിനസ് സാധാരണ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളെന്ന് വിചാരിച്ചോ. ആ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്ക് സ്വന്തമായിട്ട് കുറേ ഒരു പാടുണ്ട്, അല്ലെങ്കിൽ പാടോ അല്ലെങ്കിൽ സാധാ ഭൂമി ഒക്കെ ഉണ്ട്. അവിടെ ഇതേപോലെ ഇയാൾ കുറേ കൃഷി ചെയ്യാൻ തുടങ്ങി. കുറേ കൃഷി ചെയ്തിട്ട് അയാൾക്ക് നല്ല വരുമാനം ഉണ്ടാകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇയാൾക്ക് ഞാൻ പറഞ്ഞു ഇയാൾക്കുള്ള ബിസിനസ് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നിന്ന് ഇയാൾക്ക് ഒരു വർഷത്തിൽ ഒരു 6 ലക്ഷം ഇൻകം ഉണ്ടെന്ന് വിചാരിച്ചോ. 6 ലക്ഷം ഇൻകം. അതേപോലെ തന്നെ ഇയാൾക്ക് അഗ്രികൾച്ചറിൽ നിന്ന് ഇൻകം ഉള്ളത് ഒരു 4 ലക്ഷം ഇൻകം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആക്ച്വലി നോക്കുമ്പോൾ ഇയാൾക്ക് എത്ര ഇൻകം ഉണ്ട് ഈ വർഷം? 10 ലക്ഷം ഇൻകം ഉണ്ട്. പക്ഷേ ഇതിൽ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സംപ്റ്റ് ഇൻകം ആണ്. റെസ്റ്റോറൻ്റ് ആണ് ടാക്സബിൾ ആകുള്ളൂ. എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഇൻകത്തിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം സെക്ഷൻ 10(1) പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകത്തിന് എന്തില്ല, ടാക്സ് ഇല്ല. പക്ഷേ ഇയാൾ അഗ്രികൾച്ചർ മാത്രമല്ല, ഒരു കർഷകൻ ആണെന്ന് ഇയാൾ പറയാൻ പറ്റില്ല. ഇയാൾ കൃഷി മാത്രം ചെയ്യുന്ന ആളല്ല. കൃഷി മാത്രം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന സാധനം ഒന്നും അപ്ലിക്കബിൾ അല്ല കേട്ടോ. കൃഷിയും അതോടൊപ്പം മറ്റുള്ള ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ബിസിനസ് തന്നെ ആകണമെന്നില്ല, മറ്റുള്ള ഏതെങ്കിലും ഹെഡിൽ പെട്ടിട്ടുള്ള ഇൻകം അയാൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ പറയാൻ പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇയാൾക്ക് എന്താണ്, കൃഷി ഉൾപ്പെടെ 10 ലക്ഷമാണ് ഇയാൾക്ക് ഇൻകം ഉള്ളത്. പക്ഷേ ഇയാളുടെ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കൂ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇയാൾക്കുണ്ടോ? ഇല്ല. ഇൻകം ഫ്രം സാലറി ഇയാൾക്കുണ്ടോ? ഇല്ല. ഇൻകം ഫ്രം ബിസിനസ് ഉണ്ടോ? ഉണ്ട്. അഗ്രികൾച്ചർ അല്ല കേട്ടോ. റെസ്റ്റോറൻറ്റ് 6 ലാക്ക് ഉണ്ട്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ? ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടോ? ഇതൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര? ഇയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 6 ലാക്ക് ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം 6 ലാക്ക് ആണ്. അപ്പോൾ ഇനി ഡിഡക്ഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ ഇൻകം ഇയാൾക്ക് എത്ര വരിക? 6 ലാക്ക് ആണ് വരിക. എന്ന് പറഞ്ഞാൽ ഈ അഗ്രികൾച്ചറൽ ഇൻകം ഇയാളുടെ ടോട്ടൽ ഇൻകത്തിൽ എവിടെയും റിഫ്ലക്ട് ചെയ്യില്ല. ഓക്കെ, കാരണം എന്താണ്, അതൊരു എക്സംപ്റ്റ് ഇൻകം ആണ്. എക്സംപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകമും നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ വരില്ല. നമ്മൾ ഇനിയും സാലറി ഹെഡ് പഠിക്കുമ്പോഴും അതുപോലെ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് പഠിക്കുമ്പോഴും ബിസിനസ് ഹെഡ് പഠിക്കുമ്പോഴൊക്കെ അതിൽ ചില ഇൻകംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ആയിരിക്കും, ടാക്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ഒന്നും നമ്മളുടെ ഒരു ഹെഡിലും വരില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ അത് റിഫ്ലക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം ചെയ്യില്ല. ഇയാളുടെ ഈ പറയുന്ന പെർട്ടിക്കുലർ പേഴ്സന്റെ ടോട്ടൽ ഇൻകത്തിൽ വരില്ല. മനസ്സിലായോ? പക്ഷേ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇനി ഇയാളുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കില്ല നമ്മൾ, അല്ലേ? ടോട്ടൽ ഇൻകം 6 ലക്ഷം അല്ലേ? ടോട്ടൽ ഇൻകം 6 ലക്ഷമാണ്. ഈ ടോട്ടൽ ഇൻകം 6 ലക്ഷം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഫ്ലാറ്റ് ടാക്സ്, സ്ലാബ് ടാക്സ് എന്നൊക്കെ നോക്കൂലേ? സപ്പോസ് ഇയാൾക്ക് ബിസിനസ് മാത്രമല്ലല്ലോ, എല്ലാം സ്ലാബ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമാണ്. അതായത് ഇയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 6 ലക്ഷമാണ്. ഇയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? 6 ലക്ഷമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാളുടെ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്യും. അത് എത്ര ഉണ്ട് ഇയാൾക്ക്? 4 ലക്ഷം ഉണ്ട്.
ഓക്കെ. അപ്പോൾ നെറ്റ് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ ഇയാളുടെ അഗ്രികൾച്ചർ ഗ്രോസ് ഇൻകം മൈനസ് അഗ്രികൾച്ചർ എക്സ്പെൻസുകൾ, അതാണ് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം. അതാണ് നമ്മുടെ 4 lakh തന്നത്. ഓക്കെ. അപ്പോൾ എന്താ നമ്മളിപ്പോൾ ചെയ്ത് ഇതുവരെ നമുക്കൊന്നുകൂടി നോക്കാം. ഞാൻ പറഞ്ഞു ഒരാൾക്ക് കൃഷി ചെയ്തിട്ടുള്ള വരുമാനമുണ്ട്, അതുപോലെ അതേ ആൾ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. എന്ത് ബിസിനസ്? ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇയാൾക്ക് വരുമാനമുണ്ട്, കൃഷി ചെയ്തിട്ടും ഇയാൾക്ക് വരുമാനമുണ്ട്. ഓക്കെ. അപ്പോൾ കൃഷി ചെയ്തിട്ട് ഇയാൾക്കുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ 4 ലക്ഷമാണ്, റെസ്റ്റോറൻറ്റിൽ ഇയാൾക്കുള്ള വരുമാനം 6 ലക്ഷമാണ്. പക്ഷേ കൃഷി എന്നുള്ളത് അഗ്രികൾച്ചർ എന്നുള്ളത് ഒരു എക്സംപ്റ്റ് ഇൻകം ആയതുകൊണ്ട് അത് ഇയാളുടെ ടോട്ടൽ ഇൻകത്തിൽ റിഫ്ലക്ട് ചെയ്യില്ല. ഏതെങ്കിലും ഹെഡിൽ ഇത് പെടുമെന്ന് വെച്ചാൽ ഒരു ഹെഡിലും ഇത് പെടില്ല. കാരണം എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകം ഒരു ഹെഡിലും പെടില്ല. ഓക്കെ. അതുകൊണ്ട് ഇയാളുടെ ടോട്ടൽ ഇൻകത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഈ ബിസിനസ് ഇൻകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 6 lakh ആണ് ഇയാളുടെ ഇൻകം വരിക, ടോട്ടൽ ഇൻകം വരിക. ക്ലിയർ അല്ലേ? പക്ഷേ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്യണം. ഓക്കെ. എന്താണ്? ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഇയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്യണം. എന്നിട്ടാണ് ഇയാളുടെ ടാക്സ് എമൗണ്ട് നോക്കുക, ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ടാക്സ് എമൗണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് സംശയമില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാ പിന്നെ അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞത്? അവിടെയാണ് പ്രശ്നം. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പോകണം നോക്കാം. ഞാൻ പറഞ്ഞു ഇത് കൃഷി മാത്രമുള്ള ആൾക്കാർക്ക് ഇത് ബാധകമല്ല, കൃഷിയും അതോടൊപ്പം മറ്റ് ഇൻകംസും ഉള്ള ആൾക്കാർക്കാണ് ഇത് ബാധകമാവുക. കൃഷിയോടൊപ്പം മറ്റ് ഇൻകംസും ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക. ക്ലിയർ അല്ലേ? ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇയാളുടെ ഇൻകം എത്രയായിട്ട് മാറി? ഇയാളുടെ ഇൻകം 10 ലക്ഷമായിട്ട് മാറി. ഇനി നമ്മൾ ടാക്സ് നോക്കുകയാണ്. ടാക്സ് നോക്കുമ്പോൾ എന്താണ്? ഫ്ലാറ്റ് ടാക്സ് ഒന്നുമില്ല, നില്ലാണ്. ഇയാൾക്കെല്ലാം സ്ലാബാന്ന് വിചാരിക്കുക. സ്ലാബ് ടാക്സ് ആണ്. കാരണം ബിസിനസ് ഇൻകം പിന്നെ അഗ്രികൾച്ചർ ഇൻകം ആണല്ലോ. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ സ്ലാബ് ടാക്സ് ആണെങ്കിൽ 10 lakhന്റെ സ്ലാബ് ടാക്സ് നമുക്കറിയാലോ എത്ര എന്നുള്ളത്? 1,12,500 ആണ് വരിക. 1,12,500 ആണ് വരിക. എന്ന് പറഞ്ഞാൽ ഈ 1,12,500 എന്നുള്ളത് എന്താണ്? ഈ 1,12,500 എന്നുള്ളത് എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ടുള്ള ടാക്സ് ലയബിലിറ്റി ആണ് ഈ 1,12,500 എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ 1,12,500 എന്നുള്ളത് കൃഷി ചെയ്തിട്ടുണ്ടായിട്ടുള്ള വരുമാനത്തിൽ കൂടി ടാക്സ് നോക്കിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ടാക്സ് കമ്പ്യൂട്ടേഷനിൽ നമ്മൾ എന്താണ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാലല്ലേ പിന്നെ നമ്മൾ റിബേറ്റ് വർക്കുക. അതിനൊക്കെ ശേഷമല്ലേ നമ്മൾ സെസ് നോക്കുള്ളൂ. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഈ ടാക്സ് എമൗണ്ട് 1,12,500 എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകത്തിന്മ കൂടിയുള്ള ടാക്സ് ആഡ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനി അഗ്രികൾച്ചറൽ ഇൻകത്തിന്മ ഒരു റിബേറ്റ് കിട്ടും. റിബേറ്റ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. ഇതാണ് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിസ്കൗണ്ട് ആണ്. ആദ്യം നമ്മൾ റിബേറ്റ് പഠിച്ചത് എന്താ? 87A എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള റിബേറ്റ് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ ആർക്കാണ് അത് കിട്ടുക? അത് ലോ ഇൻകം പീപ്പിളിലാണ് ആ റിബേറ്റ് കിട്ടുക. ശരിയല്ലേ? പക്ഷേ ഈ റിബേറ്റ് ആർക്കാ കിട്ടുക? അങ്ങനെ ഇൻകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അല്ലെങ്കിൽ ഇൻകം എത്രയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല. ഇയാൾക്ക് അഗ്രികൾച്ചർ ഇൻകവും മറ്റു ഇൻകമും ഉണ്ടെങ്കിൽ ഇയാളുടെ ടാക്സ് നോക്കുന്ന സമയത്ത്, അയാളുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അഗ്രികൾച്ചറൽ ഇൻകം കൂടി അയാളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ടാണ് ടാക്സ് എമൗണ്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത് കൊണ്ട് ഇയാൾക്ക് കിട്ടുന്ന ഒരു റിബേറ്റ് ആണ് നമ്മൾ ഈ റിബേറ്റ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം. ഓക്കെ. ഈ റിബേറ്റ് ഓൺ അഗ്രികൾച്ചർ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ശ്രദ്ധിക്കാട്ടോ, ഇതൊരു ഫിക്സഡ് ഫോർമുലയാണ്. എന്താ സംഭവിച്ചാൽ ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന, ശ്രദ്ധിക്കണം, ഇതൊരു ഫോർമുലയാണ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയും നോക്കുക. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ, അതായത് 60 വയസ്സൊന്നും ഇല്ലാത്ത സാധാരണ ഒരു റെസിഡന്റ് ആയിട്ടുള്ള ഒരാളെന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പോൾ അയാൾക്ക് നമുക്കറിയാം ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000 അല്ലേ. അപ്പോൾ ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഇയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. ഇയാളുടെ അഗ്രികൾച്ചർ ഇൻകം എത്ര? 4 lakh. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 6,50,000. ക്ലിയർ ആണോ? 6,50,000. ശ്രദ്ധിക്കണേ. നമ്മൾ എന്താ ചെയ്തത് ഇതുവരെ? ടാക്സ് നമ്മൾ ടോട്ടൽ ഇൻകം ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തില്ല? അഗ്രികൾച്ചർ ഇൻകം ടോട്ടൽ ഇൻകത്തിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അഗ്രികൾച്ചർ ഇൻകം കൂടി ആഡ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണ് 6 lakh എന്നുള്ളത് 4 lakh കൂടി ആഡ് ചെയ്തിട്ട് 10 lakh ആയത്. ഈ 10 lakh ടാക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 1,12,500. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ? ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന്മേലുള്ള ടാക്സ് ഇവർക്ക് റിബേറ്റ് ആയിട്ട് കൊടുക്കാൻ പോവുക. അപ്പോൾ എന്തിനാ അങ്ങനെ? ആദ്യം നമ്മൾ അഗ്രികൾച്ചർ ഇൻകം കൂടി ആ ഇൻകം കൂടി ആഡ് ചെയ്ത ടാക്സ് നോക്കി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അഗ്രികൾച്ചർ ഇൻകത്തിന്മേലുള്ള ടാക്സ് റിബേറ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ ആദ്യം വേണ്ടെന്ന് വെച്ചാൽ പോരെ. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ റിബേറ്റ് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ റിബേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? റിബേറ്റ് എന്നൊരു ഫിക്സഡ് എമൗണ്ട് അല്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന, ഈ പറയുന്ന വ്യക്തിക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ് നോക്കുക. അത് എത്രയാണ്? 2,50,000 ആണ്. അതിന്റെ കൂടെ ഇയാൾ ഏൺ ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറൽ ഇൻകം എത്രയെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6,50,000 കിട്ടുക. 6,50,000 കിട്ടി. ഈ 6,50,000 സ്ലാബ് റേറ്റിൽ എത്ര ടാക്സ് വരും നോക്കുക. സ്ലാബ് റേറ്റ് പ്രകാരം ഈ 6,50,000 എത്ര ടാക്സ് വരും? സ്ലാബ് റേറ്റ് പ്രകാരം ഈ 6,50,000 എത്ര ടാക്സ് വരും? അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഇത് ഓൾറെഡി ഞാൻ ചെയ്യുന്നത് അപ് ടു 2.5 lakh 0. നെക്സ്റ്റ് 2.5 lakh 12,500. പിന്നെ ബാലൻസ് എത്ര ഉണ്ട്? ഇനി 1.5 lakh അല്ലേ. 6,00,000 5 ലക്ഷം പോയാൽ പിന്നെ ബാക്കി 1.5 ലക്ഷം അല്ലേ. ഇതിന് എത്ര ശതമാനം? 20%. അതെത്ര? 30,000. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എത്ര? അതായത് ഈ 6,00,000 വരുന്ന സ്ലാബ് റേറ്റ് ടാക്സ്, ഈ 6,00,000 വരുന്ന സ്ലാബ് റേറ്റ് ടാക്സ് അതാണ് എത്ര? 42,500. ഈ 42,500 ആണ് റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അതെന്താകും? ഇതിൽ നിന്ന് കുറയും. അപ്പോൾ നേരത്തെ നമ്മൾ ടാക്സ് എമൗണ്ട് കണ്ടുപിടിച്ചത് എത്ര? 1,12,500.
നേരത്തെ നമ്മൾ ടാക്സ് റേറ്റ് കണ്ടുപിടിച്ചത് 1,12,500 ടാക്സ് എമൗണ്ട് കണ്ടുപിടിച്ചത് 1,12,500 ആണ്. ഇത് എന്തുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിമുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം കൂടിയും ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ട് ഇവിടുത്തെ 10 ലാഖിലാണ് ഈ പറയുന്ന 1,12,500 ടാക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അഗ്രികൾച്ചർ ഇൻകം കൂടി ആഡ് ചെയ്തിട്ട് ആദ്യം ടാക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഗ്രികൾച്ചർ ഇൻകത്തിമൂടെ ടാക്സ് നോക്കി. എന്നിട്ട് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, ഈ അഗ്രികൾച്ചർ ഇൻകത്തിമുള്ള ടാക്സ് നമ്മൾ കുറച്ചു, റിബേറ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ എന്തിനാണ് ഈ 2,50,000 ഇവിടെ ആഡ് ചെയ്തത്? അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇവിടെ ആഡ് ചെയ്യാൻ കാരണം എന്താ? കാരണം നമ്മൾ റിബേറ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താ, സ്ലാബ് റേറ്റ് പ്രകാരമുള്ള ടാക്സ് നോക്കിയിട്ട് അതാണ് റിബേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സ്ലാബ് റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ലക്ഷത്തിന് എക്സംഷൻ അല്ലേ, അതിനുശേഷം വരുമ്പോഴല്ലേ ടാക്സ് വരുള്ളൂ അല്ലേ? സ്ലാബ് റേറ്റ് പ്രകാരമുള്ള ടാക്സ് ആണ് ഇവർക്ക് റിബേറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ സ്ലാബ് റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ലക്ഷം ടാക്സ് ഇല്ലല്ലോ, അതിനുശേഷമല്ലേ നമുക്ക് ടാക്സ് വരുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് 4 ലക്ഷത്തിനുള്ള ടാക്സ് സ്ലാബ്, ഇപ്പോൾ ഡയറക്റ്റ് 4 ലക്ഷത്തിനുള്ള സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, അപ് ടു 2.5 ലാഖ് 0, ബാക്കി 1.5 ലക്ഷം ഉണ്ട്, ആദ്യം 5% എന്ന് പറഞ്ഞാൽ 7,500. അപ്പോൾ ആകെ 7,500 അല്ലേ ഇയാൾക്ക് ബേസിക് എക്സംഷൻ, ഇയാൾക്ക് റിബേറ്റ് കിട്ടുള്ളൂ. ഇയാൾക്ക് ഭയങ്കര നഷ്ടമല്ലേ? കാരണം ഇവിടെ ആഡ് ചെയ്ത് നോക്കിയാൽ ഇവിടെ 4 ലക്ഷം ആഡ് ചെയ്തു, 4 ലക്ഷം ആഡ് ചെയ്തപ്പോൾ വലിയ എമൗണ്ട് ടാക്സ് കൂടിയിട്ടുണ്ട്. കാരണം 6 ലക്ഷത്തിന്റെ കൂടെയാണ് ഈ 4 ലക്ഷം ആഡ് ചെയ്ത്, ശരിയല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അപ്പോൾ ഇയാൾക്ക് ഇതിന്റെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസിക് എക്സംഷൻ കൂടെ ഇവിടെ വരണം. ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇവിടെ വെച്ചിട്ട് അതിന്റെ കൂടെ ഈ നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഈ 4 ലക്ഷത്തിന് ഇയാൾക്ക് കറക്റ്റ് എന്ത് കിട്ടും, സ്ലാബ് ടാക്സ് വരും. ഓക്കെ, എന്നിട്ട് അതിന് റിബേറ്റ്, ആ എമൗണ്ട് ആണ് റിബേറ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്തായി 1,12,500 മൈനസ് 42,500 എന്ന് പറയുമ്പോൾ അപ്പോൾ നെറ്റ് എമൗണ്ട് എത്രയാണ്? നെറ്റ് എമൗണ്ട് 70,000. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, സെസ് ഒക്കെ കാണും. ആസ് യൂഷ്വൽ നമ്മൾ സെസ് 4% ഒക്കെ കാണും. 2,800 ആണ് വരിക. അപ്പോൾ 72,800 ആണ് ടോട്ടൽ ടാക്സ് വരിക. എന്തിനാ ഇങ്ങനത്തെ പണി ചെയ്ത്? ഇതിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യം ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അഗ്രികൾച്ചർ കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് ടാക്സ് നോക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഗ്രികൾച്ചർ ഇൻകത്തിന്മ കൂടി ഇവരെന്ത് ചെയ്തു, ടാക്സ് ആഡ് ചെയ്തു അല്ലെങ്കിൽ ടാക്സ് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഈ അഗ്രികൾച്ചർ ഇൻകത്തിനുള്ള ടാക്സ് ആണ് കുറച്ചു, എന്നിട്ട് അത് റിബേറ്റ് ആയിട്ട് കൊടുത്തു. എന്നാൽ പിന്നെ ഇത് കൊടുക്കാതിരുന്നാൽ പോരെ? അങ്ങനെ വിചാരിക്കണോ നിങ്ങൾ? അല്ലെ, ആദ്യം അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്തു, എന്നിട്ട് ടാക്സ് നോക്കി, എന്നിട്ട് ആ അഗ്രികൾച്ചർ ഇൻകത്തിനുള്ള ടാക്സ് കുറച്ചു അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ സപ്പോസ് ഇങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ചോ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ ഇൻകം എത്ര, 6 ലക്ഷം, ടോട്ടൽ ഇൻകം 6 ലക്ഷം അല്ലേ? അഗ്രികൾച്ചർ ഇൻകം ഒന്നും ആഡ് ചെയ്യണില്ല, അപ്പോൾ എത്ര ടാക്സ് വരും? ഈ പറയുന്ന പരിപാടി ഒന്നും ചെയ്യണില്ല, അപ്പോൾ എത്ര ടാക്സ് വരും? അപ്പോൾ അപ് ടു 5 ലാഖ് എത്ര, 12,500, ബാലൻസ് 1 ലാഖിൻ്റെ 20% എത്രയാണ്, 20,000. ടോട്ടൽ എത്ര, 32,500. ഇനി എന്താ നമ്മൾ ചെയ്യുക, സെസ് ആഡ് ചെയ്യും അല്ലേ? നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഇനി നമ്മൾ സെസ് ആഡ് ചെയ്യും. 32,500 4% സെസ് വന്നാൽ എത്ര വരിക, 32,500 ഇൻറ്റു 4% എത്രയാണ്, 1,300. അപ്പോൾ എത്ര, 33,800. എന്താ സംഭവിച്ചത്? ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, 6 ലക്ഷത്തിന്റെ കൂടെ 4 ലക്ഷം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്മ ടാക്സ് നോക്കിയിട്ട് അതിനുശേഷം അഗ്രികൾച്ചറൽ ഇൻകത്തിമുള്ള ടാക്സ് റിബേറ്റ് ആയിട്ട് കൊടുത്തപ്പോൾ വന്ന ടാക്സ് എമൗണ്ട് എത്ര, 72,800. ഇനി സെസ് ഒഴിവാക്കിയാൽ 70,000 രൂപ. നേരെ മറിച്ച് ഈ പണി ഒന്നും ചെയ്യാണ്ട് ഇവിടെ നമ്മൾ ചെയ്ത് അഗ്രികൾച്ചർ ആഡ് ചെയ്തു, ടാക്സ് നോക്കി, അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ടാക്സ് കുറയ്ക്കും ചെയ്തു, പ്ലസ് മൈനസ്, അപ്പോൾ ഒന്നും ഇല്ലാണ്ടായി നമ്മൾ വിചാരിക്കുക. പക്ഷേ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെറും ടോട്ടൽ ഇൻകം 6 ലാഖ് മാത്രം എടുക്കുമ്പോൾ എത്ര ടാക്സ് വരുള്ളൂ, 32,500 വരുന്നുള്ളൂ സെസ് ഇല്ലാണ്ട്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അഗ്രികൾച്ചറൽ ഇൻകമും അതിൻ്റെ കൂടെ മറ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഇൻകത്തിനും എഫക്റ്റീവ്ലി ടാക്സ് വരും. ഇതെന്തുകൊണ്ടാണ് ഈ വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിക്കും ആലോചിക്കണത്. അതായത് ഈ 6 ലക്ഷത്തിൻ്റെ കൂടെ ഈ 4 ലക്ഷം കൂടി ആഡ് ചെയ്തപ്പോൾ, ശരിക്കും നോക്കണേ, ഈ 6 ലക്ഷത്തിൻ്റെ കൂടെ ഈ 4 ലക്ഷം കൂടി ആഡ് ചെയ്തപ്പോൾ എഫക്റ്റീവ്ലി എന്താ സംഭവിച്ചത്, ഈ 4 ലക്ഷത്തിന്മേൽ വന്ന ടാക്സ് എത്ര മനസ്സിലാവണ്ടോ? ഈ 6 ലക്ഷത്തിന്റെ കൂടെ ഈ 4 ലക്ഷം കൂടി ആഡ് ചെയ്തപ്പോൾ എഫക്റ്റീവ്ലി ഈ 4 ലക്ഷത്തിന് എത്ര ടാക്സ് വന്നത്, 20% ടാക്സ് വന്നത്. എന്നിട്ട് അങ്ങനെ പറയാൻ കാരണം ഒന്ന് നോക്കിക്കോ, നമുക്കറിയാലോ 5 ലക്ഷത്തിന്റെ മുകളിൽ പോയാൽ 20% ടാക്സ് അല്ലേ? അപ്പോൾ ഓൾറെഡി ബിസിനസ് ഇൻകം 6 ലക്ഷം ആണെന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവർ എന്തായി 20% ടാക്സിന്റെ സ്ലാബിലേക്ക് എത്തില്ലേ? ഇനി ഇതിന്റെ കൂടെ ഒരു ലക്ഷം കൂടി വിചാരിച്ചോ, അപ്പോൾ ഇയാളുടെ ഇങ്ങനെ എത്രയാവും, 7 ലക്ഷം ആവും. അതിന്റെ കൂടെ 1 ലക്ഷം കൂടി വിചാരിച്ചോ, അപ്പോൾ ഇയാളുടെ ഇങ്ങനെ എത്രയാവും, 8 ലക്ഷം ആവും. അപ്പോൾ ഈ കൂടുന്ന ഓരോ ലക്ഷത്തിലും എത്രയാണ് അഡീഷണൽ ടാക്സ് വരിക, 20% ടാക്സ് വരിക. എങ്ങനെ വരിക ശ്രദ്ധിച്ചോ, 6 ലക്ഷം ഇൻകം ഉള്ള ആൾക്ക് എങ്ങനെ ടാക്സ് വരിക, അപ് ടു 5 ലാഖ് വരെ 12,500, ബാലൻസ് ഉള്ള 1 ലക്ഷത്തിൻ്റെ 20% 20,000, അതായത് 32,500. ഇനി 7 ലക്ഷം ഇൻകം ഉള്ള ആൾക്ക് എത്ര ടാക്സ് വരിക, അപ് ടു 5 ലാഖ് 12,500, ബാലൻസ് ഉള്ള 2 ലാഖിൻ്റെ 20% 40,000, അതായത് 52,500. ഇനി 8 ലക്ഷം ഇൻകം ഉള്ള ആൾക്ക് എത്ര ടാക്സ് വരിക, അപ് ടു 5 ലാഖിൻ്റെ 12,500, 3 ലക്ഷത്തിൻ്റെ 20% 60,000, അപ്പോൾ എത്ര 72,500. അപ്പോൾ നിങ്ങൾ നോക്കിട്ടാ 6 ലക്ഷം എന്നുള്ളത് 7 ലക്ഷം ആയപ്പോൾ ഈ ടാക്സ് എമൗണ്ടും തമ്മിൽ എത്ര ഡിഫറൻസ്, 20,000 ഡിഫറൻസ്. എന്താണ് 20,000 എന്ന് ചോദിച്ചാൽ ഇവിടെ 1 ലക്ഷമാണ് കൂടിയത്, 1 ലക്ഷം 1 എന്നുള്ളത് 2 മാറിയപ്പോൾ ഇവിടെ 1 ലക്ഷമാണ് കൂടിയത് അല്ലേ? എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് എത്ര, ടാക്സ് റേറ്റ് 20% അല്ലേ? ആ 20% ടാക്സ് ആണ് എക്സ്ട്രാ വരിക.
അപ്പോൾ ഈ 1 ലക്ഷത്തിമേ 20% ടാക്സ് വന്നു. അതാണ് 20,000 കൂടിയത്. ശരിയല്ലേ? അപ്പോൾ ഓൾറെഡി 6 ലക്ഷം ഇൻകം ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും എമൗണ്ട് കൂടിയാൽ ആ 20% എഫക്റ്റീവ്ലി അതിന് 20% ടാക്സ് ആണ് വരിക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനിയിപ്പോൾ സപ്പോസ് ഇങ്ങനെ നോക്കിയോ ചേട്ടാ, 6 ലക്ഷത്തിൻ്റെ കൂടെ നമ്മൾ 5 ലക്ഷം ആഡ് എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ 5 ലക്ഷത്തിൽ 4 ലക്ഷത്തിമേ 20% ടാക്സും 1 ലക്ഷത്തിമേ 30% ടാക്സും കൂടുക. അതെങ്ങനെ? 6 ലക്ഷം 5 ലക്ഷം കൂടി കൂട്ടി എത്രയായി? 11 ലക്ഷമായില്ലേ? 10 ലക്ഷത്തിന്റെ മുകളിൽ പോകുന്ന എമൗണ്ടിന് എത്ര ടാക്സ് വരിക? 30% ടാക്സ് വരിക. അപ്പോൾ 11 ലക്ഷം ആകുമ്പോൾ 10 ലക്ഷത്തിന്റെ മുകളിൽ പോയത് 1 ലക്ഷമാണ്. ആ 1 ലക്ഷത്തിന് എത്ര ടാക്സ് വരിക? അപ്പോൾ 30% ടാക്സ് വരിക. അപ്പോൾ ഈ 6 ലക്ഷത്തിന് കൂടെ ഒരു 5 ലക്ഷം കൂടുമ്പോൾ ഈ എഫക്റ്റീവ്ലി 5 ലക്ഷത്തിന് ടാക്സ് എത്ര വരിക? അതിൽ ആദ്യത്തെ 4 ലക്ഷത്തിന് 20%, പിന്നത്തെ 1 ലക്ഷത്തിന് 30% വരിക. ശരിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ 6 ലക്ഷത്തിന്റെ കൂടെ 4 ലക്ഷം അഗ്രികൾച്ചർ ഇൻകം കൂടി കൂടിയപ്പോൾ എഫക്റ്റീവ്ലി ഈ 4 ലക്ഷത്തിന്റെ ടാക്സ് വന്ന എത്ര? 20% എന്ന് പറഞ്ഞാൽ ഇവിടെ 80,000 രൂപയുടെ ടാക്സ് ആണ് വ്യത്യാസം വന്നത്, കൂടിയത്. 80,000 രൂപയുടെ ടാക്സ് ആണ് കൂടിയത് അല്ലേ? നിങ്ങൾ നോക്കി അല്ലേ? ശരിയല്ലേ? കാരണം 112,500 ആയല്ലോ. വെറും 6 ലക്ഷത്തിനുള്ള ടാക്സ് എത്ര നമ്മൾ നോക്കി? 32,500. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം എത്ര അല്ലേ? ഇത് തമ്മിൽ വ്യത്യാസം എത്ര? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം 80,000 ആണ്. 80,000 ആ 80,000 എന്താ? ഈ 4 ലക്ഷത്തിനുള്ള 20% ആണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം 4 ലാക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ എഫക്റ്റീവ്ലി 20% കൂടി. അതായത് 80,000 രൂപ ടാക്സ് കൂടി. പക്ഷേ റിബേറ്റ് കിട്ടുമ്പോൾ എങ്ങനെ നോക്കുക? റിബേറ്റ് കിട്ടുമ്പോൾ ഈ 4 ലക്ഷത്തിന് നമ്മൾ റിബേറ്റ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യത്തെ 2 ലക്ഷത്തിന് ആകെ 5% കിട്ടിയത്, ബാക്കി 1 ലക്ഷത്തിന് മാത്രമാണ് 20% വന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിബേറ്റ് കൊടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റിന്റെ അത്രയും റിബേറ്റ് കിട്ടൂല. നേരത്തെ ഈ 4 ലാക്ക് കൂടെ ആഡ് ചെയ്തപ്പോൾ 80,000 ടാക്സ് ആണ് കൂടിയത്. പക്ഷേ റിബേറ്റ് കിട്ടുമ്പോൾ ആകെ റിബേറ്റ് എത്ര കിട്ടിയത്? 42,500 റിബേറ്റാണ് കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു 37,500 അല്ലേ? ഇവിടെ ഈ 4 ലാക്ക് ആഡ് ചെയ്തപ്പോൾ 80,000 കൂടി അല്ലേ? എന്നിട്ട് റിബേറ്റ് എത്ര കിട്ടിയത്? 42,500 അല്ലേ? എന്ന് പറഞ്ഞാൽ 37,500 രൂപയുടെ ടാക്സ് ഇവിടെ കൂടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോട്ടാ ഈ 70,000 ഈ 32,500 തമ്മിൽ വ്യത്യാസം എത്ര? ഈ 70,000 ഈ 32,000 തമ്മിൽ വ്യത്യാസം എത്ര? 37,500 ആണ്. അതെന്താ 37,500? എന്താ 37,500? നിങ്ങൾ നോക്കി, 4 ലക്ഷത്തിന് 20%, 80,000 കൂടി റിബേറ്റ് എത്ര കിട്ടി? 42,500. അപ്പോൾ 80,000 42,500 പോയാൽ ബാക്കി 37,500 എഫക്റ്റീവ്ലി ടാക്സ് വന്നു. ടാക്സ് പേ ചെയ്തു. അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് ഇല്ല എന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് എഫക്റ്റീവ്ലി അതിന് ടാക്സ് വരും. 37,500 ടാക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എത്ര വന്നത് ഇവിടെ? ഈ റിബേറ്റ് ഒക്കെ കൊടുത്തപ്പോൾ ഇയാൾക്ക് 70,000 ടാക്സ് വന്നു. ഇങ്ങനത്തെ ഒരു പരിപാടിയെ നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ 32,500 ടാക്സ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് ലോജിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും നിർബന്ധമായിട്ട് എന്നോട് ചോദിക്കണം. ഓക്കെ, നമ്മൾ ഇങ്ങനെ പഠിക്കണം എന്നാലും നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, ശരിക്കും നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചാലേ അതൊക്കെ ക്ലിക്ക് ആവുള്ളൂ. നമ്മൾ മനസ്സിലാവില്ലേ? ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന് എന്തില്ല? ആക്ച്വലി ടാക്സ് ഇല്ല. പക്ഷേ അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് മറ്റൊരു നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിൽ, ഓക്കെ, അഗ്രികൾച്ചർ ഇൻകമും നോൺ അഗ്രികൾച്ചർ ഇൻകമും ഉണ്ടെങ്കിൽ എഫക്റ്റീവ്ലി എന്ത് വരും? അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് വരും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മുടെ കേസ്? ഒരാൾക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ട്, അതിൻ്റെ കൂടെ അയാൾ കൃഷി ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നിന്ന് 6 ലക്ഷം അയാൾക്ക് ഇൻകം, കൃഷിയിൽ നിന്ന് അയാൾക്ക് 4 ലക്ഷമാണ് ഇൻകം. ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ എന്നുള്ളത് എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകം. പക്ഷേ അതിനെ ഇവിടെ ചില ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അതുമൂലം എഫക്റ്റീവ്ലി ടാക്സ് വാങ്ങുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക എന്താണ്? റെസ്റ്റോറൻറ്റ് ഇൻകം മാത്രമേ നമ്മളുടെ ടോട്ടൽ ഇൻകത്തെ വരുള്ളൂ. കാരണം മറ്റൊരു എക്സംപ്റ്റ് ഇൻകം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻകം ഫ്രം ബിസിനസ് 6 ലാക്ക് വരും. വേറെ ഡിഡക്ഷനോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ ഇൻകം 6 ലാക്ക് വരും. പക്ഷേ ടാക്സ് ലയബിലിറ്റി നോക്കുന്ന സമയത്ത് നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം, അതായത് ഇയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 6 ലാക്ക് പ്ലസ് 4 ലാക്ക് 10 ലാക്ക് ആയിട്ട് ഇയാളുടെ ഇത് ഓൺലി ഫോർ ടാക്സ് കമ്പ്യൂട്ടേഷൻ പർപ്പസ് അങ്ങനെ ആഡ് ചെയ്യാം. അല്ലാതെ ടോട്ടൽ ഇൻകത്തിന് പോയിട്ട് ആഡ് ചെയ്യരുത്. ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ. ടോട്ടൽ ഇൻകം ഇയാളുടെ എത്ര എന്ന് വെച്ചാൽ 6 ലാക്ക് തന്നെയാണ്, 10 ലാക്ക് അല്ല. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യപ്പെടാം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 6 ലാക്കിൻ്റെ കൂടെ 4 ലാക്കും കൂടി ആഡ് ചെയ്തിട്ട് 10 ലാക്കാണ് ടോട്ടൽ ആയത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ടാക്സ് റേറ്റ് ഒക്കെ വെച്ച് ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 1,12,500 ടാക്സ് എമൗണ്ട് വന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ റിബേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സിസ്റ്റം. അപ്പോൾ റിബേറ്റ് നമുക്കറിയാം ബിഫോർ സെസ് ആണ്. ടാക്സ് എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ റിബേറ്റ് കൊടുക്കുക. അപ്പോൾ റിബേറ്റ് കൊടുക്കണം. എങ്ങനെ നമ്മൾ റിബേറ്റ് കൊടുക്കുക? റിബേറ്റ് കൊടുക്കുമ്പോൾ 2,50,000, അതായത് ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ, ഇയാൾ ഇനിയിപ്പോൾ 85 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടെ 5 ലാക്കാണ് എടുക്കുക. ഓക്കെ, അതായത് വ്യക്തികൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യുക. ഓക്കെ, അതെന്തിനാണ്? എന്നാൽ മാത്രമാണ് അയാൾക്ക് അതിന് ഫുള്ളായിട്ട് ടാക്സ് റിബേറ്റ് കിട്ടുള്ളൂ അല്ലേ? അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ നമ്മുടെ ഈ എക്സാമ്പിൾ 2,50,000 കൂടെ 4 ലാക്കും കൂടി ആഡ് ചെയ്തു. 6,50,000 ആണ് അപ്പോൾ അയാളുടെ ഇൻകം കൂടിയ മീൻസ് ആ ഫിഗർ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ആ 6,50,000 എന്ത് ചെയ്യാം? സ്ലാബ് ടാക്സ് കാണാം. അപ്പോൾ സ്ലാബ് ടാക്സ്
ഓൺ ഈ എമൗണ്ട് ആണ് നമ്മൾ കാണുക. ആ എമൗണ്ട് ആണ് അങ്ങനെ കിട്ടുന്ന സ്ലാബ് ടാക്സ് ആണ് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 42,000 ആണ് റിബേറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ടിൽ നിന്ന്, അതായത് 1,12,500 നിന്ന് റിബേറ്റ് 42,500 കുറച്ചപ്പോൾ 70,000 അതായിരിക്കും ടാക്സ് വരിക, പിന്നെ സെസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ആ കമ്പയർ ചെയ്ത കാര്യം ഒന്നും പറയാം. ആക്ച്വലി ഈ പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നേരെ 6 ലക്ഷം മാത്രമാണ് ഇയാളുടെ ഇൻകം. ഈ സൈഡ് നോക്കുക, 6 ലക്ഷം മാത്രമാണ് ഇയാളുടെ ഇൻകം. ഈ 6 ലക്ഷത്തിൻ്റെ ടാക്സ് എത്ര വരിക? 32,500 ആണ് വരിക. പക്ഷേ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപ്പോൾ 70,000 ടാക്സ് വന്നു. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ, നമ്മൾ ടാക്സ് ആഡ് ചെയ്തിട്ട് അതന്നെ കുറക്കുക എന്നതല്ല ശരിക്കും ചെയ്യുന്നത്. ടാക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടാക്സ് വലിയ എമൗണ്ടാണ് ടാക്സ് ആഡ് ആവുന്നത്, പക്ഷേ കുറയുമ്പോൾ ചെറിയ എമൗണ്ടേ കുറയുള്ളൂ. അപ്പോൾ അത് ഞാൻ എങ്ങനെ പറഞ്ഞത്, ഇവിടെ 6 lakhിൻ്റെ കൂടെ 4 lakh ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റീവ്ലി അതിന് 20% ആണ് ടാക്സ് വരിക. അപ്പോൾ 80,000 ടാക്സ് വരും. പക്ഷേ റിബേറ്റ് കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 5% ഒക്കെ വെച്ചിട്ടൊക്കെയാണ് റിബേറ്റ് നോക്കുന്നത്. അപ്പോൾ അത് ആകെ 42,500 വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ 80,000-ൻ്റെയും 42,500 ഡിഫറൻസ് ആണ് 37,500. ആ 37,500 നമ്മൾ എഫക്റ്റീവ്ലി അധികം ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് അവിടെ സംഭവിച്ചത്. ഈ 6 lakh അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ 32,500 ആണ് ടാക്സ് വരിക. പക്ഷേ ഈ റിബേറ്റ് ഈ സിസ്റ്റം ഇങ്ങനെ ചെയ്തപ്പോൾ 70,000 ആണ് ടാക്സ് വന്നത്. അപ്പോൾ 37,500 നമ്മൾ എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടി വന്നു. ഓക്കെ, 37,500 എക്സ്ട്രാ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് അഗ്രികൾച്ചറൽ ഇൻകത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഞാനത് ഒന്ന് ഞാൻ പറഞ്ഞത്, അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക. അഗ്രികൾച്ചറൽ ഇൻകം മാത്രമായിട്ട് ഉണ്ടാകുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം as defined in section 2(1)(a) is fully exempt under section 10(1). ശരിക്കും exempt ആണ്. however it will be added back to the total income for rate purpose. ഞാൻ പറയാൻ കാരണം റേറ്റ് കൂടാനൊക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. if all the following conditions are satisfied. അതായത് താഴെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. അതായത് അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്തിട്ട് പിന്നെ റിബേറ്റ് കൊടുക്കുക. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് നോൺ അഗ്രികൾച്ചർ ഇൻകം കൂടി ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഒന്ന് വേണ്ട, അസസി ഷുഡ് ബി ആൻ ഇൻഡിവിജ്വൽ HUF AOP BOI AJP. അതായത് സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ആൾക്കാരാണല്ലോ, അവർക്കാണ് ഈ ഒന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ ഫേമോ കമ്പനികൾക്കൊന്നും ബാധകമല്ല, കാരണം അവർക്കൊന്നും സ്ലാബ് ഇല്ലല്ലോ. ഇതൊരു കമ്പ്യൂട്ടേഷൻ മൊത്തം സ്ലാബ് പർപ്പസിലല്ലേ ചെയ്യുന്നത് അല്ലേ? പിന്നെ എന്താണ്, ഇയാൾക്ക് നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം മോർ ദാൻ 5,000 ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ, കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാവണം. കൃഷി ചെയ്തിട്ട് അത് ശരിക്കും ട്രിക്കാണ് കേട്ടോ ഗവൺമെന്റിന്റെ. കാരണം കൃഷി ചെയ്തിട്ട് നഷ്ടമുണ്ടായാലും ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം നിങ്ങൾ ഈ 6 lakh ഇല്ലേ, ഈ 6 lakh എന്താ പറയുക, ഈ 6 lakh റെസ്റ്റോറൻറ്റിൽ നിന്ന് ലാഭമായി വിചാരിച്ചോ. ഇനിയിപ്പോൾ കൃഷി ചെയ്തിട്ട് 2 ലക്ഷം നഷ്ടം വിചാരിച്ചോ. അപ്പോൾ എന്താ സംഭവിക്കുക? ടാക്സ് എമൗണ്ട് കുറയില്ല ചെയ്യുക. അപ്പോൾ അത് ഗവൺമെന്റ് ചെയ്യില്ല. അപ്പോൾ ഗവൺമെന്റ് ടാക്സ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഗവൺമെന്റ് പരിപാടി ചെയ്തത് അല്ലേ? അപ്പോൾ നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ഒരിക്കലും ലോസ് ആകരുത്, പ്രോഫിറ്റ് ആകണം. ഓക്കെ, എന്നാലും ഗവൺമെന്റ് അവിടെ ഗുണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം മിനിമം 5,000 ഉണ്ടാവണം. 5,000 മുകളിലാണ്. 5,000 മുകളിലാണ്. ഇത് മാത്രമല്ല, നോൺ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് അഗ്രികൾച്ചർ അല്ലാത്ത മറ്റുള്ള ഇൻകംസ് നമ്മളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മുകളിലുണ്ടാവണം. എന്ന് പറഞ്ഞാൽ മെയിൻ ഞാൻ പറഞ്ഞല്ലോ, കൃഷി മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഈ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ല. കൃഷിയും അതിൻ്റെ കൂടെ കൃഷി അല്ലാത്ത മറ്റ് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിലാണ് ഈ കാര്യം നമുക്ക് വരിക. ഇങ്ങനത്തെ ഒരു സിസ്റ്റം, ഇങ്ങനത്തെ ഒരു കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുക. പക്ഷേ മറ്റൊരു ഇൻകം ഉണ്ടാകുക എന്ന് പറയുമ്പോഴും അതെന്താകണം, അത്യാവശ്യം വലിയൊരു ഇൻകം ആണ്. അല്ലാണ്ട് സൈഡായിട്ട് എന്തെങ്കിലും കിട്ടിയപ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പൈസ ഉണ്ട് നമ്മുടെ സേവിങ്സ് ബാങ്കിൽ. ആ സേവിങ്സ് ബാങ്കിൽ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റ് കിട്ടും, ചെറിയൊരു ശതമാനമൊക്കെ. അപ്പോൾ ചെറിയൊരു ഇൻകം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടൊന്നും ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോൺ അഗ്രികൾച്ചറൽ ഇൻകം, അഗ്രികൾച്ചർ അല്ലാത്ത കൃഷിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷി അല്ലാത്ത മറ്റുള്ള ഇൻകം സോഴ്സ്, വരുമാന സ്രോതസ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് 2 ലക്ഷം എന്ന് പറഞ്ഞാൽ ബേസിക് എക്സംഷൻ നോർമലി. അപ്പോൾ ഒരു നോർമലി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷം ആണല്ലോ. അപ്പോൾ ആ ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ മുകളിൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിലും മാത്രമേ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അഗ്രികൾച്ചർ ഇൻകത്തിന് ചെയ്യുള്ളൂ. ക്ലിയറല്ലേ? അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുക. അതായത് ഇൻഡിവിജ്വൽ HUF AOP BOI AJP ഇവർക്കാണ് ചെയ്യുക. പിന്നെ പറഞ്ഞത് എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളത് മോർ ദാൻ 55,000 എങ്കിലും ഉണ്ടാവണം. 5,000 എങ്കിലും ഉണ്ടാവണം. നോൺ അഗ്രികൾച്ചറൽ ഇൻകം മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നോൺ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടാവും. കുറച്ച് നോൺ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, ഇയാളുടെ മെയിൻ പരിപാടി അഗ്രികൾച്ചർ ആണ്, എന്തോ ചെറിയൊരു ഇൻകം വേറെ ഇടുന്നുണ്ട്, അങ്ങനെയുള്ള അതിന് മീനിങ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇങ്ങനെ കൃഷിക്കൊന്നും ടാക്സ് കൊടുക്കണം. മെയിൻ ആയിട്ടുള്ള അയാളുടെ പരിപാടി കൃഷിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഇയാൾക്ക് കൃഷി ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻകം സോഴ്സും കൂടി ഉണ്ട്. അതിൽ ഇയാൾക്ക് അയാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് മുകളിൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മുടെ സ്റ്റെപ്സ് എന്താ, ആദ്യം നമ്മൾ ടോട്ടൽ ഇൻകം കാണും, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, നെറ്റ് അഗ്രികൾച്ചർ ഇൻകം കൂടി ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന് അപ്ലിക്കബിൾ ആകുന്ന ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കും. ഫ്ലാറ്റ് ടാക്സ് ആണെങ്കിലും സ്ലാബ് ടാക്സ് ആണെങ്കിലും അതും കണ്ടുപിടിക്കുന്ന ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ശേഷം അതിന് റിബേറ്റ് കൊടുക്കും. റിബേറ്റ് എങ്ങനെ കൊടുക്കുക, റിബേറ്റ് നമ്മൾ പറഞ്ഞു, ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന സ്ലാബ്, അതായത് ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതിൻ്റെ കൂടെ നെറ്റ് അഗ്രികൾച്ചർ ഇൻകം നോക്കുക, ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് വരുന്ന ടാക്സ് ഏതിൽ, സ്ലാബ് പ്രകാരം അതിന് വരുന്ന ടാക്സ്, അതാണ് റിബേറ്റ് ആയിട്ട് കിട്ടുക. ആ റിബേറ്റ് കുറക്കുക. റിബേറ്റ് കുറച്ചതിന് ശേഷം ആസ് യൂഷ്വൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പ്രീപെയ്ഡ് ടാക്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ഇൻട്രസ്റ്റോ കാര്യങ്ങളോ പെനാൽറ്റി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ആസ് യൂഷ്വൽ സാധാ പോലെ. ഓക്കെ, അപ്പോൾ റിബേറ്റിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കൂടെ ഈ നെറ്റ് അഗ്രികൾച്ചർ ഇൻകം കൂടി ആഡ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കുക. അതിന് ശേഷം റിബേറ്റ് കൊടുക്കുക. എങ്ങനെ റിബേറ്റ് കൊടുക്കുക, റിബേറ്റ് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതിന്റെ കൂടെ ഈ അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിഗർ കിട്ടും. ആ ഫിഗറിന് പിന്നെ സ്ലാബ് റേറ്റ് പ്രകാരം വരുന്ന ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കുക. ആ ടാക്സ് എമൗണ്ട് ആണ് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിക്കാം, അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ?
ഇപ്പോൾ ഒരാൾക്ക് എന്തുണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉള്ളത് 4 ലക്ഷമാണ്. നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം 3 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് എങ്ങനെ ടാക്സ് വരുന്നുള്ളത് നോക്കാം കേട്ടോ. വേറെ ഡിഡക്ഷനോ കാര്യങ്ങളോ വേറെ ഇൻകം ഒന്നുമില്ല. അപ്പോൾ ഇയാൾക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം 7 lakh. അയ്യോ സോറി ആ ഫോളം കൊണ്ട് ചെയ്താൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ നിൽക്കട്ടെ. ക്വസ്റ്റ്യൻ പോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 4 lakh. വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഇൻകംസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം 4 lakh. ഡിഡക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ ഇൻകം 4 lakh. ഓക്കെ, ഇനി നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണാൻ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഈ എമൗണ്ട് ആഡ് ചെയ്യണ്ടേ? ടോട്ടൽ ഇൻകം 4 lakh ആഡ് നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം 3 lakh. ടോട്ടൽ എത്രയായി? 7 lakh അല്ലേ? 7 lakh. ഇനി ടാക്സ് കാണാം. സ്ലാബാണ്, ഫുൾ സ്ലാബ് കേട്ടോ, ഫുൾ സ്ലാബ് അല്ലേ? അപ്പോൾ സ്ലാബ് ഉള്ളൂ 7 lakh മേ അപ് ടു 5 lakh എഴുതേണ്ടി ഞാൻ കേട്ടോ. എത്രയാണ്? 12,500. ബാലൻസ് 2 lakh അല്ലേ? ഇൻറ്റു 20% 40,000. അപ്പോൾ എത്ര? 52,500. ഇനി റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലാബ് ടാക്സ് ഓൺ ഏതൊക്കെ എമൗണ്ട് ഇയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ് 2 ലക്ഷം പ്ലസ് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം എത്ര? 3 ലക്ഷം. അതായത് 5,50,000. അപ്പോൾ എത്ര? അപ് ടു 5 lakh 12,500. ബാക്കി 50,000-ൻ്റെ 20% 10,000. ഓക്കെ, അപ്പോൾ എത്ര? 22,500. ഈ റിബേറ്റ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ ബാക്കി 30,000. പിന്നെന്താ? സെസ് 4% 1,200. 31,200. ഓക്കെ, അപ്പോൾ ഇതാണ് ടാക്സ് വരിക. നിങ്ങൾ ജസ്റ്റ് മറ്റേ നോക്കി വയ്ക്കാം. ഇവിടെ വേറെ കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഇയാൾക്ക് അഡ്മിഷൻ പറ്റാട്ടോ, നിങ്ങൾ സിറ്റുവേഷൻ വന്നുകൊണ്ട് ഞാൻ പറയുന്നത്. ഇവിടെ ഇയാൾക്ക് മറ്റൊരു റിബേറ്റ് കൂടി കിട്ടും. ഏത് റിബേറ്റ്? 87A റിബേറ്റ് കൂടി കിട്ടും. കാരണം എന്താ? ഇയാളുടെ ടോട്ടലിംഗ് എത്ര? 40,000 ടോട്ടലിംഗ് ഉള്ളൂ. ടാക്സ് ലയബിലിറ്റിൻ്റെ കൂടെ ഈ 3 lakh കൂട്ടണം നോക്കണ്ട. അത് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണം. ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടലിംഗത്തിൻ്റെ കൂടെ 3 lakh കൂട്ടണം നോക്കണ്ട. അത് ആ ടാക്സ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യണം. പക്ഷേ ഇയാളുടെ ടോട്ടലിംഗ് എത്ര? 4 lakh ആണ്. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് റിബേറ്റ് കിട്ടും കേട്ടോ. മറ്റേ 87A റിബേറ്റ് കൂടി കിട്ടും. അപ്പോൾ എത്ര വരിക? അപ്പോൾ അത് കുറച്ചാൽ ബാക്കി 12,500 മാക്സിമം കിട്ടുക. അപ്പോൾ ബാക്കി എത്ര? 17,500 ടാക്സ് വരും. ഇനിയിപ്പോൾ സപ്പോസ് ചെയ്യുക, നിങ്ങൾ സംഭവം ചെയ്തില്ല വിചാരിച്ചോ. നിങ്ങൾ സംഭവം ചെയ്തില്ലെങ്കിൽ ആലോചിച്ചോക്കെ ഇയാൾക്ക് എന്താ വരിക? ഇയാൾക്ക് ടോട്ടലിംഗ് എത്രയേ ഉള്ളൂ? 4 lakh ഉള്ളൂ അല്ലേ? അപ്പോൾ സ്ലാബ് ടാക്സ് നോക്കുമ്പോൾ അപ് ടു 2.5 lakh 0, പിന്നെ 1.5 lakh ഇൻറ്റു 5% 7,500 അല്ലേ? അപ്പോൾ 7,500 വരിക അല്ലേ? പക്ഷേ ഇതെന്ത് കിട്ടും? റിബേറ്റ് ആയിട്ട് കിട്ടും. ഏത് റിബേറ്റ്? ഈ റിബേറ്റ് അല്ല കേട്ടോ, 87A റിബേറ്റ്. കാരണം ഇയാളുടെ ടോട്ടലിംഗ് എത്ര ഉള്ളൂ? 4 ലക്ഷം ഉള്ളൂ. അപ്പോൾ 7,500 എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 0 ടാക്സ് വരേണ്ട സമയത്ത് ഇയാൾക്ക് എത്ര ടാക്സ് വന്നു? 17,500 ടാക്സ് വന്നു. അതാണ് ഈ അഗ്രികൾച്ചർ ഇൻകത്തിന് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി നോട്ട് ചെയ്താൽ എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾസിന് മാത്രം കമ്പയർ ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം, ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻകം ഫ്രം ബിസിനസ് 8 lakh, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 3 lakh, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 lakh. സാധാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, അപ്പോൾ സ്ലാബാണ്, ഫ്ലാറ്റ് അല്ല. വിന്നിങ്സ് 2 lakh, ഗ്രോസ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ 5 lakh, അഗ്രികൾച്ചർ റിലേറ്റഡ് എക്സ്പെൻസസ് 1 lakh. അപ്പോൾ അതിൻ്റെ അർത്ഥം നെറ്റ് എത്ര? അപ്പോൾ നെറ്റ് എത്ര? 4 lakh. ഡിഡക്ഷൻ 50,000, TDS 50,000. അപ്പോൾ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സബിലിറ്റി അണ്ടർ ഓൾഡ് ആൻഡ് ന്യൂ റിച്ച് അല്ലേ? അപ്പോൾ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഓൾഡ് റെജിമിൽ ചെയ്യാം. ഓൾഡ് റെജിമിൽ അപ്പോൾ നെയിം ഓഫ് ദി അസസ് ഇതൊന്നും മറക്കരുത്. പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, എന്താ നെയിം? മിസ്റ്റർ ആസിഫ്. പ്രീവിയസ് ഇയർ ഏതാ? 23-24.
അസസ്മെൻറ്റ് ഏതാ 24-25. ഓക്കെ. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ. അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്താൽ ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, വിന്നിങ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ബിസിനസ്സിന് ആദ്യം ചെയ്താൽ രണ്ടാമത്തത് ക്യാപിറ്റൽ ഗെയിൻ ചെയ്താൽ അത് രണ്ടെണ്ണല്ലേ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടേം ഇത് ഫ്ലാറ്റ് ആണ് കേട്ടോ, ഇതും ഫ്ലാറ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. മൂന്നാമത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ്, വിന്നിങ്സ്. അപ്പോൾ എമൗണ്ടിൽ എത്ര? 8 lakh, 3 lakh, 2 lakh, 2 lakh. 8 lakh, 3 lakh, 2 lakh, 2 lakh. ടോട്ടൽ 8, 11, 15. മൈനസ് ഡിഡക്ഷൻ എത്ര? 50,000. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ അഗ്രികൾച്ചർ ലിങ്ക് ഒന്നും നമ്മൾ എടുത്തിട്ട് ഗ്രോസ് ടോട്ടൽ ലിങ്കത്തിൽ വരില്ല, കാരണം അത് എക്സംപ്റ്റിംഗ് ആണ്. ഗ്രോസ് ടോട്ടൽ ലിങ്ക് നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ ഈ അഗ്രികൾച്ചർ ലിങ്കം വരാൻ പാടില്ല. ടാക്സ് കമ്പ്യൂട്ടേഷനിൽ മാത്രമാണ് അഗ്രികൾച്ചർ ലിങ്കത്തിൽ നമ്മൾ ആഡ് ചെയ്യുക. ടോട്ടൽ ഇൻകം 14,50,000. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടി. ഇനി ടാക്സ് ലയബിലിറ്റി, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആദ്യം ടോട്ടൽ ഇൻകം 14,50,000 ആഡ് നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം അല്ലേ, അതെത്ര? 5 lakh ആണ് ഗ്രോസ്, മൈനസ് 1 lakh. അപ്പോൾ എത്ര? 4 lakh. അപ്പോൾ ടോട്ടൽ 18,50,000. ഓക്കെ. അപ്പോൾ ഇതോടെ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഒന്നാമത്തെ സംഭവം ഫ്ലാറ്റ് ടാക്സ്, ഫ്ലാറ്റ് റേറ്റ് ടാക്സ്. അതിലൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എത്ര എമൗണ്ട്? 3 lakh ഇൻറ്റു 20%, അപ്പോൾ 60,000. രണ്ടാമത്തത് വിന്നിങ്സ്. എത്ര എമൗണ്ട്? 2 lakh. എത്ര റേറ്റ്? 30%, അപ്പോൾ 60,000. അപ്പോൾ ടോട്ടൽ ഫ്ലാറ്റ് ടാക്സ് 1,20,000. ഓക്കെ. ഇനി രണ്ടാമത്തത് സ്ലാബ് റേറ്റ്. സ്ലാബ് റേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം 14 ലക്ഷമാണ്. അതിൽ നിന്നല്ല ടാക്സ് കുറക്കേണ്ടത്, ഈ ഫ്ലാറ്റ് റേറ്റിൻ്റെ എമൗണ്ട് കുറക്കേണ്ടത്, കാരണം നമ്മളിവിടെ അഗ്രികൾച്ചർ ഇൻകം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെടുക്കുക. സ്ലാബ് റേറ്റ് അപ്പോൾ 18,50,000 നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 5 lakh. അപ്പോൾ എത്ര ബാക്കി? 13,50,000 അല്ലേ. അപ്പോൾ ആളുടെ ഏജ് ഒന്നുണ്ടോ? ഏജ് ഉണ്ടോ? ആൾക്ക് വയസ്സുണ്ടോ? പ്രായമുണ്ടോ? ഇല്ല, ഏജ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നോർമൽ തന്നെ. അപ്പോൾ അപ് ടു 10 lakh എത്ര വരിക? 1,12,500. ബാലൻസ് 3,50,000 ഇൻറ്റു 30%. 3,50,000, 3,70,000, 105, 105. അപ്പോൾ എത്ര? 217,500 അല്ലേ. 217,500. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാലോ? 3,37,500. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ്. അഗ്രികൾച്ചർ ഇൻകം ആയതുകൊണ്ട് ലെസ് റിബേറ്റ് ഓൺ അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ. അപ്പോൾ എന്താ റിബേറ്റ്? സ്ലാബ് ടാക്സ് ഓൺ എന്തുമൊക്കെയാണ്? 2,50,000 പ്ലസ് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം 4 lakh അല്ലേ. ദാറ്റ് ഈസ് 6,50,000. ഓക്കെ. അപ്പോൾ അതെങ്ങനെ വരിക? അപ് ടു 5 lakh എത്ര? 12,500. ബാലൻസ് 1,50,000 ഇൻറ്റു 20%, 30,000. ഓക്കെ. അപ്പോൾ റിബേറ്റ് കിട്ടി 42,500. ക്ലിയർ ആണോ? 42,500 ആണ് റിബേറ്റ് കിട്ടുക. അപ്പോൾ 337,500 നിന്ന് 42,500 കുറച്ച് എത്ര വരിക? 2,95,000 അല്ലേ. 337,500 മൈനസ് 42,500, 2,95,000. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. കമ്പ്യൂട്ടേഷൻ കാണിക്കുക ബ്രാക്കറ്റിൽ 4% ഇൻറ്റു 2,95,000. അപ്പോൾ 11,08,000. അപ്പോൾ 3,06,800. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ലെസ് പ്രീപെയ്ഡ് ടാക്സ്. പ്രീപെയ്ഡ് ടാക്സ് എന്താ ഉള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ? TDS ഉണ്ട്. അല്ലേ. TDS 50,000. അപ്പോൾ ഫൈനൽ ആൻസർ വരിക ബാലൻസ് ടാക്സ് പേബിൾ
2,56,800. That's it. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾഡ് റെജിമിൽ വരിക. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയേ, നമ്മൾ എന്താ ചെയ്തത് ടാക്സ് ലയബിലിറ്റി കാണുമ്പോൾ ടോട്ടൽ ഇൻകം 14,50,000 കൂടെ നെറ്റ് അഗ്രികൾച്ചർ ഇൻകം 4,00,000 കൂടി ആഡ് ചെയ്തു. അപ്പോൾ 18,50,000 ആയി. എന്നിട്ട് നമ്മൾ ഫ്ലാറ്റ് റേറ്റ് ടാക്സ് നോക്കി. ഫ്ലാറ്റ് റേറ്റ് ടാക്സ് നോക്കിയതിന് ശേഷം സ്ലാബ് റേറ്റ് ടാക്സ് നോക്കുമ്പോൾ 18,50,000 നിന്നാണ് ഈ ഫ്ലാറ്റ് റേറ്റ് എമൗണ്ട് കുറക്കേണ്ടത്. അപ്പോൾ നമുക്ക് 13,50,000 കിട്ടി. അതിനെ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് നോക്കുമ്പോൾ 2,17,500 വന്നു. ടോട്ടൽ ടാക്സ് എമൗണ്ട് 3,37,500 വന്നു. എന്നിട്ട് പിന്നെ റിബേറ്റ് നമ്മൾ എങ്ങനെ നോക്കുക? നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യണം? ഈ പറയുന്ന ആൾക്ക് ആപ്ലിക്കബിൾ ആകുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6,50,000 കിട്ടി. ആദ്യമുള്ള റിബേറ്റ് എമൗണ്ട് നോക്കിയപ്പോൾ 42,500 വന്നു. അപ്പോൾ റിബേറ്റ് കുറച്ചതിന് ശേഷം 2,95,000 ആണ്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്തു. പ്രീപെയ്ഡ് ടാക്സസ് കുറച്ചു. ബാലൻസ് ടാക്സ് പേബിൾ 2,56,800. ഓക്കെ, നമുക്ക് ന്യൂ റെജിമിലും കൂടി ചെയ്യാം. ന്യൂ റെജിം, ഇപ്പോൾ ന്യൂ റെജിമിൽ ടോട്ടൽ ഇൻകത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? കാരണം ഡിഡക്ഷൻ പറ്റില്ലല്ലോ. അപ്പോൾ ടോട്ടൽ ഇൻകം ന്യൂ റെജിമിൽ 15 lakh ശരിയല്ല? കാരണം 15 lakhൽ നിന്ന് ഡിഡക്ഷൻ ഒന്നുമില്ല. അപ്പോൾ 15 lakh ആണ് വരിക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം 15 lakh ആഡ് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ഷോർട്ടാക്കി തന്നെ എത്രയാണ്? 4 lakh. അപ്പോൾ 19 lakh. ഓക്കെ, ഫ്ലാറ്റ് ടാക്സ് സെയിം ആയിരിക്കും, മാറ്റുണ്ടാവില്ല. ഫ്ലാറ്റ് ടാക്സ് 1,20,000 വരും. സ്ലാബ് ടാക്സോ? സ്ലാബ് ടാക്സ് എങ്ങനെ നമ്മൾ നോക്കുക? 19 ഞാൻ ബ്രാക്കറ്റിൽ ചെയ്താൽ 19 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം ഒഴിവാക്കിയാൽ ബാക്കി 14 ലക്ഷം അല്ലേ? 14 ലക്ഷം ആണെങ്കിൽ നമ്മൾ ടാക്സ് റേറ്റ് നോക്കണം അല്ലേ? അപ് ടു 12 lakh ആണെങ്കിൽ 90,000 ആണ്. എന്നാലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ് ടു 12 lakh ആണെങ്കിൽ 90,000 ആണ്, നമുക്ക് ചെയ്യാം. അപ്പോൾ അപ് ടു 3 lakh 0. നെക്സ്റ്റ് 3 lakhൻ്റെ 5% 15,000. നെക്സ്റ്റ് 3 lakhൻ്റെ 10% 30,000. നെക്സ്റ്റ് 3 lakhൻ്റെ 15% അപ്പോൾ 45,000. അപ്പോൾ 12 ലക്ഷം. ഇനി ബാലൻസ് 2 ലക്ഷത്തിൻ്റെ 20%. അപ്പോൾ എത്ര? 40,000. ഓക്കെ, അപ്പോൾ എത്രയാണ്? 15,000, 45,000, 90,000, 1,30,000. രണ്ടും കൂടി കൂട്ടിയാൽ 2,50,000. 2,50,000. റിബേറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. റിബേറ്റ് നോക്കുമ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് വ്യത്യാസമല്ലേ? ന്യൂ റെജിമിൽ സ്ലാബ് ടാക്സ് ഓൺ എത്രയാണ്? ബേസിക് എക്സംഷൻ 3 lakh ആണ്. ഓക്കെ, പ്ലസ് 4 lakh. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. 3 lakh ആണ് 2,50,000 എടുക്കേണ്ടത്. അപ്പോൾ എത്ര വരിക? 7 lakh. ഓക്കെ, അപ്പോൾ ഇതുമ്പോൾ വരുന്ന ടാക്സ് എത്ര? അപ് ടു 3 lakh 0. നെക്സ്റ്റ് 3 lakh അതിൻ്റെ 5% 15,000. പിന്നെ ബാലൻസ് 1 lakhൻ്റെ 10% അത് 10,000. എത്ര? 25,000 ആണ് റിബേറ്റ് കിട്ടുക. 25,000 റിബേറ്റ് കിട്ടിയാൽ ബാക്കി 2,25,000 പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. 2,25 ആകുമ്പോൾ 4,50 90. അപ്പോൾ 9,000 അല്ലേ? അപ്പോൾ 2,34,000 മൈനസ് പ്രീപെയ്ഡ് ടാക്സ് 50,000. അപ്പോൾ 1,84,000. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ നോക്കട്ടെ, കണക്കാണ്. അപ്പോൾ 2,50,000 നിന്ന് 25,000 കുറച്ചാൽ ബാക്കി 2,25,000. അതിൻ്റെ 4% എന്ന് പറയുമ്പോൾ 9,000. ഓക്കെ, അപ്പോൾ 2,25,000 പ്ലസ് 9,000 2,34,000 മൈനസ് 50,000 എന്ന് പറയുമ്പോൾ 1,84,000. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂ റെജിമിൽ വരിക. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എഗൈൻ ഞാൻ പറയുന്നത് എപ്പോഴേ നമ്മൾ ചെയ്യുള്ളൂ? നോൺ അഗ്രികൾച്ചറൽ ഇൻകവും അഗ്രികൾച്ചറൽ ഇൻകം രണ്ടും കൂടി ഉണ്ടാകുമ്പോഴേ ചെയ്യുള്ളൂ. നോൺ അഗ്രികൾച്ചറൽ ഇൻകം എത്ര വേണം? മോർ ദാൻ 2,50,000 വേണം. അഗ്രികൾച്ചറൽ ഇൻകം മോർ ദാൻ 5,000 വേണം അല്ലേ? നോൺ അഗ്രികൾച്ചറൽ ഇൻകം മോർ ദാൻ എന്താ പറഞ്ഞത്? നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് വേണം. അത് ഒരാൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും. നോർമലി 2,50,000. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം എത്ര വേണം? മോർ ദാൻ 5,000. നെറ്റ് അഗ്രികൾച്ചർ ഇൻകം മോർ ദാൻ 5,000 വേണം. പിന്നെ ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP അതായത് എന്താ പറയുക സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ആകുന്ന ആൾക്കാർക്കാണ് ഈ റൂൾ അപ്ലിക്കബിൾ ആവുക. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ശരിക്കും ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പർ 7 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ പറയും, ക്ലാസ്സിൽ ചെയ്യും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്ക് മിസ്റ്റർ പ്രകാശിന് 85 വയസ്സുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.